അവരുടെ ഹൃദയത്തിന് സീല് വെച്ച് അടച്ചുപൂട്ടുമെന്നും ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടക്കാത്ത വിധം ആ ഹൃദയത്തെ അള്ളാഹു പൂട്ടിക്കളയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്ക് വന്നിരിക്കുകയും അവിടെ ഇമാം മിമ്പറിൽ നിന്ന് ഓതുന്ന ഖതീബ് ഓതുന്ന ഖുതുബ മനസ്സിലായില്ലെങ്കിൽ പോലും അതൊരു ദിക്റാണെന്ന് മനസ്സിലാക്കി അവിടെ ഇരുന്ന് അച്ചടക്കത്തോടുകൂടെ സ്വന്തത്തോടുകൂടെ ആ ഖുതുബയും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളും കഴിഞ്ഞ് എഴുന്നേറ്റ് പോരുന്ന ഒരാഴ്ചയിൽ ലഭിക്കുന്ന ഒരു വസന്തം, അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ മുഖങ്ങളിൽ അതിന്റെ മ്ലാനത കണ്ടു തുടങ്ങും, ദുഃഖം കണ്ടു തുടങ്ങും, സങ്കടം നമ്മുടെ മുമ്പിൽ വന്നു തുടങ്ങും, ജീവിതത്തിന്റെ പല വഴികളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ജാഹിലിയത്തിന്റെ സ്വഭാവങ്ങളിലൂടെ കഴിയുന്ന ഒരു സാഹചര്യം മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ദിജ്ലയുടെ ഓളങ്ങളിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ, മഹാനായ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ലോകം കണ്ട പ്രഗൽഭനായ സൂഫി വര്യൻ, മുസ്തജാബുദ് ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന അല്ലാഹുവിന്റെ മഹാൻ, ആ വഴിയിലൂടെ നടക്കുമ്പോൾ ആളുകൾ പറഞ്ഞില്ലേ, മഅറൂഫുൽ ഖർഖി, ഈ ചെറുപ്പക്കാരൊന്ന് നശിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമേ, അവരൊന്ന് നശിക്കാൻ ദുആ ചെയ്യണമേ. മഹാൻ പറഞ്ഞു, അന ദാഇൻ ഫഅമ്മിനൂ, ഞാൻ ദുആ ഇറക്കുകയാണ്, നിങ്ങൾ ആമീൻ പറയണം. അവർ വിചാരിച്ചു മദ്യപിച്ച് മഗ്രിബ് പോലും നിസ്കരിക്കാതെ പാട്ടുപാടി നടക്കുന്ന ആ നൗകയിലെ മുഴുവൻ ചെറുപ്പക്കാരെയും മുക്കിക്കൊല്ലണമെന്നായിരിക്കും മഹാൻ പ്രാർത്ഥിക്കുകയെന്ന്. മഹാന്റെ പ്രാർത്ഥന ഉയർന്നു. എല്ലാവരും കൈപൊക്കി ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന കരങ്ങളാണത്. ആകാശലോകങ്ങളുടെ വാതായനങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് സാധാരണം. മഹാൻ ദുആ ഇറക്കുകയാണ്, അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറഹ്. അല്ലാഹുവേ, ഈ ലോകത്തെ ഈ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ വക നൽകിയതുപോലെ, ഈ ലോകത്തെ ഈ ചെറുപ്പക്കാരെ നീ സന്തോഷിപ്പിച്ചതുപോലെ നാളെ പരലോകത്തും സന്തോഷിപ്പിക്കണമേ. ആളുകൾ അന്തം വിട്ടുപോയി. എന്തിനാണ് ആമീൻ പറയേണ്ടത്? ഇങ്ങനെ ഒരു പ്രാർത്ഥനയല്ലല്ലോ അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അള്ളാഹുവിന്റെ സച്ചരിതരായ ആലിമീങ്ങൾക്ക് ഒരാൾക്കെതിരെയും ശാപവാക്കുകൾ പറയാൻ കഴിയില്ല, അവര് നശിക്കട്ടെ എന്ന് പറയാൻ കഴിയില്ല. ഓരോ ശരീരവും സ്വർഗത്തിലേക്ക് വരണമെന്ന് കൊതിക്കുന്നവരാണ് അള്ളാഹുവിന്റെ സൂഫിവര്യന്മാർ. അവരാണ് യഥാർത്ഥ സൂഫിവര്യന്മാർ, തസൂഫിന്റെ അഹ്ലുകാര്. അള്ളാഹുവേ, ഈ ചെറുപ്പക്കാരെ ഈ ലോകത്ത് സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്തും സന്തോഷിപ്പിക്കണമേ എന്ന് മഅറൂഫുൽ ഖർഖി തങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അവർ കള്ളുടിയന്മാരായി മരിക്കണമെന്നാണോ? അല്ല. നാളെ പരലോകത്ത് സന്തോഷിക്കണമെങ്കിൽ അവർ മദ്യപാനം നിർത്തണം, നിസ്കാരം തുടങ്ങണം, തൗബ ചെയ്യണം. അള്ളാഹു അവർക്ക് തൗബ ചെയ്ത് നന്നാവാൻ അവസരം കൊടുക്കണമേ എന്നാണ് മഹാൻ പ്രാർത്ഥിക്കുന്നത്, എന്നല്ലാതെ മുക്കിക്കൊല്ലണമേ എന്നല്ല. ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. വഴിതെറ്റി ജീവിക്കുന്നവർ, ചിലപ്പോൾ ഭയങ്കര മോഡലായിട്ട് ഹെയർ സ്റ്റൈലുള്ളവര്, ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു യോയോ ടൈപ്പിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോക്കാണ്. ഒരിക്കലും വിചാരിക്കേണ്ട. ഒരു ദിക്റിന്റെ മജ്ലിസിലോ ഒരു വാദിന്റെ മജ്ലിസിലോ വന്നിരുന്ന അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനഞ്ഞ് തേങ്ങിക്കരയുന്ന തഖ്വയുള്ള മനസ്സുള്ളവർ ആ ചെറുപ്പക്കാരിൽ ഉണ്ടാകും. നമ്മളെക്കാളൊക്കെ എത്രയോ മേലെയായിരിക്കും അവരുടെ ഈമാൻ. പിന്നെ ആ ഒരു യൗവനത്തിൻ്റെ, നമ്മുടെ ചെറുപ്പകാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ. നമുക്ക് ഫോൺ ഉണ്ടായിരുന്നോ ചെറുപ്പകാലത്ത്? ഇല്ലല്ലോ, ഇല്ല. ഫോണൊക്കെ കാണുന്നതന്നെ വളരെ ലേറ്റായിട്ടല്ലേ, 2000 ഒക്കെ ആകുമ്പോഴല്ലേ ശരിക്കതങ്ങ് ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന തെറ്റിൻ്റെ സാഹചര്യമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിലുള്ളത്, വളരെ വലുതാണ്. അന്ന് മരഞ്ചുറ്റിക്കളിയൊക്കെ ഉള്ളൂ, ഇപ്പം അതിപ്പോൾ ഡയറക്റ്റ് അല്ലേ. അന്ന് റൊമാൻസാണ്, ഇപ്പം അതൊന്നുമില്ല, സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഈ നിലക്ക് തിന്മകളുടെ വഴിമാറ്റം സഞ്ചരിക്കുന്ന ഒരു ഉണ്ടായൊരു കാലമാണിത്. അപ്പോൾ ചുറുചുറുക്കിൻ്റെ ആ ഒരു പ്രായത്തിൽ പഠിച്ചവനെ എന്താ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ, എന്താ അവൻ നിസ്കരിക്കാത്തത്, എന്താ അവൻ ഇങ്ങനെ ആയിപ്പോയത്, അവർക്ക് വേണ്ടി ഹിദായത്തിന് ദുആ ഇറക്കുക. അവൻ ഗുണം പിടിക്കാതെ പോകട്ടെ എന്നോ ശാപം പിടിക്കട്ടെ എന്നോ നന്നാവാതെ പോകട്ടെ എന്നോ ഒരാളും പറഞ്ഞു പോവല്ലേ. അവരൊക്കെ തൗബ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ തൗബയുടെ ഖനം, അതിൻ്റെ വസന്തം, അതിൻ്റെ സുഗന്ധം വളരെ വലുതായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ജാലിസു അഹ്ല തൗബ ഫഇന്നഹും അറഖുൻ നാസി അഫ്ഇദ. തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ. ഇന്നലെ വരെ അവൻ മദ്യപാനിയായിരിക്കാം, മയക്കുമരുന്നിന്റെ ഡീലറായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ അവരെ കൈയൊഴിയരുത് കേട്ടോ, ചേർത്ത് പിടിക്കണേ അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ. കാരണം
അവരുടെ ഹൃദയം അത്രമേൽ ലോലമായിരിക്കും, അത്ര നേർത്ത ഹൃദയമായിരിക്കും അവരുടെ. തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ പൊട്ടിക്കരയും. അവർക്ക് പിന്നെ തിന്മകൾ വേണ്ട. തിന്മകളുടെ സ്വഭാവം എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അവർക്കത് വേണ്ട. ജാഹിലിയത്തിന്റെ ഒരു കാലം മോനെ ഉപ്പാക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ദേഷ്യം പിടിച്ചിരുന്ന കാലമായിരുന്നു അത്. സോഷ്യൽ മീഡിയയിലൂടെ പുണ്യനിബിതങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ സദയം അവരോട് സഹതപിക്കുകയാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ എഴുതുന്ന നിരീശ്വരവാദ മതനിരാസ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കെങ്ങാനും ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു നൽകുകയാണെങ്കിൽ അവരുടെ മനസ്സിന്റെ ശുദ്ധത ഒന്ന് വേറെ തന്നെയായിരിക്കും. നബിതങ്ങളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത സ്വഹാബിയാണ് ആളായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. സ്വഹാബിയാകുന്നതിന്റെ മുമ്പ് പുണ്യനബിയെ കണ്ടാൽ കൊല്ലണമെന്ന്. ബാബരി മസ്ജിദിന്റെ താഴകക്കുടങ്ങൾ തച്ചുടക്കാൻ പോയ കർസേവകയിൽപ്പെട്ട ഒരാളല്ല ഒന്നിലേറെ ആളുകൾ എത്രയോ മസ്ജിദുകൾ പകരമുണ്ടാക്കി തച്ചുടച്ചതിന് പ്രായശ്ചിത്തം ചെയ്ത് ദീനിന്റെ വഴിയിൽ ദഅവത്തിന്റെ വഴിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന എത്ര ആളുകളുണ്ട് ഇപ്പോ? ഒരുപക്ഷെ അവർക്കറിയാത്തത് കൊണ്ട്, ഈ വെളിച്ചത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, ജാഹിലിയത്തിന്റെ ആ ഒരു സ്വഭാവത്തിലെങ്ങാനും മോനെ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ വിറകായി ഞാൻ മാറുമായിരുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടാ കരയുന്നത്. ثم وضع الله الاسلام في قلبي, എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു ഇസ്ലാമിന്റെ മധുരം തന്നു. ആ മധുരം നമ്മൾ തേടി പുറപ്പെട്ട് നമ്മുടെ കൈകളിൽ കിട്ടുന്നത് പോലെയല്ല, നാം അന്വേഷിക്കുന്നതിന് മുമ്പേ നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിയുന്നത്. ജനിക്കുമ്പോഴേ മുസ്ലിമാകുന്ന ഒരാൾക്ക് ഇസ്ലാമിന്റെ മധുരം അറിയാൻ കഴിയണമെന്നില്ല വേണ്ട വിധം. എന്നാൽ ഇസ്ലാം അന്യമായിരുന്ന ഒരാൾ അത് തേടിപ്പിടിച്ച് ആ മധുരം നുകരുമ്പോൾ, കലിമ ചൊല്ലുമ്പോൾ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടില്ലേ? പൊട്ടിക്കരയും അവര്. അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു, ഏറ്റുപറയും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് കഴിഞ്ഞാൽ അവർ പൊട്ടിക്കരയും. എന്തിനാണ് ആ കരച്ചിലെന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട്. അറിയുന്നില്ല. എന്തെന്നില്ലാത്തൊരു അനുഭൂതി എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു, എന്തെന്നില്ലാത്തൊരു ധൈര്യം, എന്തെന്നില്ലാത്തൊരു മനസ്സമാധാനം. നമ്മൾ ആർക്കും അത് അറിഞ്ഞിട്ടില്ല. ഉമ്മയുടെ ഉദരത്തിലൂടെ മുസ്ലിമായൊരു കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ വില നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല അതിൻ്റെ വില എന്താണെന്ന്. അതറിയാത്തവർക്ക് സുജൂദിന്റെ മധുരമറിയാം, സുജൂദിന്റെ ആനന്ദമറിയാം. പാതിരാത്രികളിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ മാധുര്യം അത് കിട്ടിയിട്ടില്ലാത്തവർക്കറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഒരിക്കലും നിസ്കരിക്കാതെ നടന്ന് പിന്നീട് നിസ്കാരത്തിലേക്ക് തിരിച്ചു വരുന്ന, തൗബ ചെയ്ത് മടങ്ങി വരുന്ന ഒരു മുസ്ലിമിന്, പാപിയായി നടന്ന ഒരാൾ ഹിദായത്തിന്റെ വഴിയിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം പോലെ ഒരു പക്ഷേ അങ്ങനെ ഒരേ വഴിയിലൂടെ കടന്നു വരുന്നവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. കിട്ടില്ല എന്നല്ല പറയുന്നത്. അത്തരം ആളുകൾ ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ വൈകിപ്പോകും. എൻ്റെ കയ്യിലുള്ളത് മാണിക്യമാണ്, മുത്താണ്, പവിഴമാണ്. മോനെ, അല്ലാഹു അതിനുശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് എന്നെ വഴിമാറ്റുകയാണ്. ثم وضع الله الاسلام في قلبي فاتيت رسول الله, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. പുണ്യനബിയോട് ഞാൻ പറഞ്ഞു, നബിയേ, അങ്ങ് കൈയൊന്ന് നീട്ടിത്തരണമേ, ഞാൻ അങ്ങയുടെ കയ്യിൽ വെച്ച് എനിക്ക് ബൈഅത്ത് ചെയ്യണം, അങ്ങ് കൈയൊന്ന് നീട്ടിത്തരണം. പുണ്യനബി കൈ നീട്ടിക്കൊടുത്തു. അംർ ഇബ്നുൽ ആസ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു തങ്ങൾ കൈ നീട്ടിയപ്പോൾ അംർ ഇബ്നുൽ ആസ് എന്നവർ കൈവലിച്ചു. തങ്ങൾ ചോദിച്ചു, യാ അംറു ബായ, അംറേ, നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ? ചെയ്യാം നബിയെ, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. യാ റസൂലല്ലാഹ്, ഉരീദു അൻ അശ്തരിത്, എനിക്കൊരു ഷർത്തുണ്ട്, എനിക്കൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധന പാലിക്കുമെങ്കിൽ ഞാൻ കൈനീട്ടിത്തരാം. തങ്ങൾ ചോദിച്ചു, തശ്തരിതു മാദാ, എന്താണ് അംറേ നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? അശ്തരിതു അൻ യുഗ്ഫറ ലീ, അല്ലാഹു എനിക്ക് മാപ്പ് തരണം നബിയേ, എനിക്ക് അത്രയേ വേണ്ടൂ, എനിക്ക് മാപ്പ് വേണം, എനിക്ക് അല്ലാഹു മാപ്പ് തരണം നബിയേ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അമാ അലിംത അന്നൽ ഇസ്ലാമ യജുബ്ബു മാ കാന ഖബലഹ്, നിങ്ങൾക്കറിയില്ലയോ അംറേ, ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അതിന് മുമ്പ് ചെയ്തു പോയ പാപങ്ങളെല്ലാം നിരുപാധികം അല്ലാഹു മാപ്പ് ചെയ്തു കളയുമെന്ന് അംറേ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? വഅന്ന തൗബത തജുബ്ബു മാ കാന ഖബലഹാ, തൗബ ചെയ്താൽ തൗബക്ക് മുമ്പുള്ള തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് അംറേ നിങ്ങൾ കേട്ടിട്ടില്ലേ?
വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് ചെയ്താൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ പാപങ്ങളെ അല്ലാഹു പൊറുക്കുമെന്ന് കേട്ടിട്ടില്ലയോ? ഇതൊക്കെ പറഞ്ഞപ്പോൾ ഫബസത്തു യദി, ഞാൻ ഹബീബിന് വേണ്ടി കൈ നീട്ടിക്കൊടുത്തു. ഫബായഅതുഹു, ഹബീബിന് ഞാൻ ബൈഅത്ത് ചെയ്തു. സമഅൻ വതആഅ, പുണ്യനബി അനുസരിക്കുമെന്നും ഹബീബിന്റെ കൂടെ നിൽക്കുമെന്നും ഞാൻ ഹബീബിന് വാക്ക് കൊടുത്തു. ഫഖദഫല്ലാഹു ഹുബ്ബഹു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ പുണ്യനബിയോടുള്ള സ്നേഹം അല്ലാഹു എൻ്റെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു തന്നു. ഖൽബിൽ എന്തെന്നില്ലാത്ത സ്നേഹം ഹബീബിനോട്. മഹാൻ പറയുമായിരുന്നു, മാ കുൻതു അസ്തതീഉ അൻ അംലഅ ഐനി ഐനയ്യ മിൻഹു, പുണ്യനബിയെ എൻ്റെ രണ്ട് കണ്ണുകൊണ്ടും നോക്കി നിന്നുകൊണ്ട് കണ്ണ് നിറക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. തങ്ങളോടുള്ള സ്നേഹം കാരണം ആ മുഖത്ത് സ്നേഹവും ഗാംഭീര്യവും ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെത് ജമാല് മാത്രമാണെങ്കിൽ അഷ്റഫുൽ ഖൽഖിൻ്റെത് ജമാലും വഖാറും കൂടിയ ഭംഗിയാണ് ഹബീബിൻ്റെത്. Whoever met him for the first time would be filled with awe. ഹബീബിനെ കണ്ടുമുട്ടുന്ന ഒരാൾ ഹൃദയത്തിൽ നിന്ന് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം അവരുടെ മുഖത്ത് നേടിക്കുമായിരുന്നു. ഹബീബിനെ കണ്ടാൽ കാണുമ്പം തന്നെ അങ്ങനെയായിരുന്നു. He was benevolent, lavishly generous, exceedingly truthful and kind-hearted. പുണ്യനബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ ഗിബ്ബൺ വിവരിച്ചുകൊണ്ട് പറയാ, എത്രത്തോളം സൗമ്യഹൃദയനായിരുന്നു, എത്ര ദയാലുവായിരുന്നു, എത്ര ഉദാരമനസ്കതയുള്ളവരായിരുന്നു പുണ്യനബി. Whoever met him for the first time would be filled with awe. ആരെങ്കിലും ഹബീബിനെ ഒറ്റത്തവണ കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ബഹുമാനവും ഭയവും ഹൃദയത്തിൽ നിറയുമായിരുന്നു. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖൗലാണ് ഗിബ്ബൺ എടുത്തുദ്ധരിക്കുന്നത്. മഹാനായ അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മുഹാനിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന, അബൂഹാലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, നബിതങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം. അപ്പോൾ പുണ്യനബിതങ്ങൾ അങ്ങനെയാണ്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാ, എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സ്നേഹം വിട്ടു തന്നു ഹബീബിനോട്. നമ്മുടെയൊക്കെ കൽബിൽ അത് നിറയെ അള്ളാഹു ഇട്ട് തരട്ടെ. ആ ഹൃദയം പുണ്യനബിയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ട്. അത് ഈ സദസ്സിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടിയിരിക്കണം. കൽബിലേക്ക് ഹബീബിനെ ആവാഹിക്കുക, പുണ്യനബി തങ്ങളെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് പിടിക്കുക. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫ തങ്ങളെ കാണുമ്പോൾ താബിഈങ്ങൾ പറയുമായിരുന്നു, ഹുദൈഫ ഹുദൈഫ ലൗ കാന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനനാ, ഞങ്ങൾക്കിടയിൽ ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലഹമല്ലാഹു ഫൗഖ അക്താഫിനാ, പുണ്യനബി തങ്ങളെ മണ്ണ് തൊടാൻ അനുവദിക്കാതെ പുണ്യ ഹബീബിനെ ഞങ്ങൾ തോളിലേറ്റ് നടക്കുമായിരുന്നു. ഹുദൈഫ, ഞങ്ങൾക്കതിന് സാധിച്ചില്ലല്ലോ. ഹബീബിനെ കാണാതെ വന്ന ഒരു സങ്കടം താബിഈങ്ങൾ പറയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകളെ നോക്കി താബിഈങ്ങൾ പറയുമായിരുന്നു, തൂബാ ലിഐനൈൻ റഅതാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ. അബൂദർദാ, ഷാമിലാണ് അബൂദർദാ തങ്ങളുടെ അവസാന കാലം. മഹാൻ അവിടുത്തെ അമീറായിരുന്നു. സുഹാബിയായ അബൂദർദാ തങ്ങളെ കാണുമ്പോൾ താബിഈങ്ങൾ പറയും, സുഹാബിയായ അബൂദർദാ, നിങ്ങളുടെ ആ രണ്ട് കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, ഹബീബിനെ കാണാൻ കഴിഞ്ഞ കണ്ണുകളല്ലയോ അത്. നമുക്ക് മനസ്സിൽ ആശ വരണം, കൊതി വേണം. ഇന്ന അശദ്ദന്നാസി ഹുബ്ബൻ ലീ, എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ വരാൻ പോകുന്ന സമൂഹങ്ങളാണെന്ന പുണ്യനബി. യവദ്ദു അഹദുഹും ലൗ യറാനി ബിമാലിഹി വഅഹ്ലിഹി വവലദിഹി, സ്വന്തം മക്കളും സമ്പത്തും കുടുംബവും ഇട്ടേച്ചു കൊടുത്താൽ പുണ്യനബിയെ കാണിച്ചു തരാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എന്നാൽ പോലും എനിക്ക് ഹബീബിനെ കണ്ടാൽ മതി എന്ന് മനസ്സുകൊണ്ട് കൊതിക്കുന്നവർ അവരാണ് എൻ്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വലാത്ത് ചൊല്ലണല്ലേ? ഉണ്ടല്ലേ? സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. യവദ്ദു അഹദുഹും ലൗ യറാനി ബിഅഹ്ലിഹി വമാലിഹി വവലദിഹി, എല്ലാം തരാം, പുണ്യനബിയെ കാണിച്ചു തരും. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ തന്നാൽ നബിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൊബൈൽ ഫോണോ, അതൊന്നും ആവില്ല. നമ്മളങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സമ്പത്തും വീടും ഒക്കെ ഇങ്ങോട്ട് എഴുതിത്താ, ഞാൻ റസൂലുള്ളാഹിനെ കാട്ടിത്തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹബീബിനെ കാണാൻ കൊതിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങളാ പറഞ്ഞ ഹദീത്തിൽ പറഞ്ഞവർ ഈ സദസ്സിലുണ്ട് എന്നതിനർത്ഥം. എല്ലാം തരാം, എനിക്ക് ഹബീബിനൊന്ന് കണ്ടാൽ മതി. അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ?
തൂബാ ലിഐനൈൻ റഅതാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, ഹബീബായ നബിയേ, അങ്ങയെ കാണാൻ ഞങ്ങളെ കൊണ്ടായില്ല നബിയേ. അങ്ങയെ കണ്ട 2 കണ്ണുകളെയാണ് ഞങ്ങൾ കാണുന്നത്. ആ കണ്ണുകളുടെ ഭാഗ്യമേ എന്ന് പറഞ്ഞ് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുന്ന താബിഈങ്ങൾ. പുണ്യ നബിയെ ഒന്ന് കാണണം, ഹബീബിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ എനിക്ക് കണ്ടുകിട്ടുകയായിരുന്നുവെങ്കിൽ അവിടുത്തെ നെറ്റിത്തടത്തിൽ ഞാൻ ഉമ്മ വെച്ച് എന്റെ ഹബീബിനെ വാരിപ്പുണരുമായിരുന്നു എന്ന് മറുപടി കൊടുത്ത താബിഈങ്ങളുണ്ട്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ. ഹബീബിനെ കാണാൻ കൊതിയാവണം. നമുക്ക് അല്ലാഹു മനാമിൽ ഹബീബിനെ കാണിച്ചു തരട്ടെ. നാളെ യഖ്ളത്തിലും അല്ലാഹു കാണിച്ചു തരട്ടെ. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള. സ്വപ്നത്തിൽ ഹബീബിനെ കണ്ടവർക്ക്, അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവർ, അവർക്ക് അല്ലാഹു നാളെ ഹബീബിനെ ജീവനോടെ ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം കാണിച്ചു കൊടുക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കൊല്ലാൻ നടന്നൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. ജാഹിലിയത്തിന്റെ ഒരു കാലം, മദ്യപാനത്തിന്റെ, കൊലപാതകത്തിന്റെ കാലം. അന്ന് ഹബീബിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു മോനെ, പക്ഷേ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ലകുൻതു മിൻ അഹ്ലിൻ നാർ, ഞാൻ നരകവാസിയായി മാറുമായിരുന്നു മോനെ. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. ആ ഒരു കാലം കഴിഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തേത്, പുണ്യ നബിയോട് സ്നേഹവും എന്തെന്നില്ലാത്ത മഹബ്ബത്തും ഹൃദയത്തിലുണ്ടായ ഒരു കാലം. ദീൻ ഈ മഹബ്ബത്താണ്. ഇതില്ലാതെ കുറെ നമ്മൾ നിസ്കാരവും നോമ്പൊക്കെ കൊണ്ട് നടക്കുമ്പോഴും മഹബ്ബത്ത് ഇതിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ ഇബാദത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടുന്നില്ല. മഹബ്ബത്ത് അത്രയും വലുതാണ്, അത്രക്ക് വലുതാണ്. ഞാൻ നിങ്ങളിലേക്ക് വരുമ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കേണ്ടതില്ല എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ശരി തന്നെയാണ്. ഞാൻ വരുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമാ തഫ്അലുൽ ആജിം, അനർബികൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുതേ. പക്ഷേ സ്വഹാബിമാർ ഹബീബിന്റെ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത്. കാരണം ആ കൽപ്പന അനുസരിക്കണമോ അദബ് പാലിക്കണമോ എന്ന് നോക്കുമ്പോൾ അദബാണ് പാലിക്കേണ്ടത്. അവിടുത്തെ അദബ് ഹബീബിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കലാണ്. അങ്ങനെയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയത്, നബിയേ ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു, ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു وترك الفرض ما لا يستقيم عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم നബിയേ ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു, എന്റെ മെഹബൂബായ നബിയേ അങ്ങയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്റെ ബാധ്യതയാണ് നബിയേ, അത് എന്റെ ഹക്കാണ്, എനിക്ക് ഫർളാണ്. വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു, ഫർളായ കാര്യം ഒഴിവാക്കാൻ പാടില്ലല്ലോ നബിയേ. അതുകൊണ്ട് അങ്ങ് വരുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും. റസൂലേ അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മുൻ യറാ ഹാദൽ ജമാല വലാ യഖൂമു, ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ സൗന്ദര്യം കണ്ടതിന് ശേഷം നബിയെ, അങ്ങയുടെ ചമൽക്കാരം കണ്ടതിന് ശേഷം നബിയെ, അങ്ങേക്ക് അല്ലാഹു നൽകുന്ന ഈ അലങ്കാരം സൗന്ദര്യം കണ്ടതിന് ശേഷം എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരാൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക? പുണ്യ ഹബീബിനെ ജീവന്റെ ജീവനായി കണ്ട സ്വഹാബികളെയാണ് അല്ലാഹു ഹബീബിന് അനുയായികളായി തെരഞ്ഞെടുത്തത്. നമ്മൾ വിചാരിക്കും സ്വഹാബത്തിന്റെ കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നെങ്കിലെന്ന്. അവരൊക്കെ ചെയ്ത ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാനാകുമായിരുന്നോ എന്നുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കണം. അവരൊക്കെ ചെയ്തതുപോലെയുള്ള ത്യാഗം നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നോ? സൗബാൻ റളിയല്ലാഹു അൻഹു ശരീരം മെലിഞ്ഞ് വന്നപ്പോഴല്ലേ പുണ്യനബി ചോദിച്ചത്? നമ്മൾ എത്രയോ കേട്ട സംഭവമായിരിക്കാം. യാ സൗബാൻ മാ ബിക്, എന്തു പറ്റി സൗബാനെ, എന്താ നിങ്ങൾ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചോദിക്കില്ലേ ഷുഗർ ഉണ്ടോന്ന്, എന്താ മെലിയുന്നത്? പുണ്യനബിയോട് സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇത് സ്വഹീഹായ ഹദീസാണെന്ന് പറയണം. സ്വഹാബിമാർ എങ്ങനെയാണ് ദീനിനെ മനസ്സിലാക്കിയത് എന്ന് ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. നബിയേ അസുഖമല്ല, നബിയേ അസുഖമല്ല, എന്നാൽ എന്റെ മനസ്സിലെ ഒരു വേദന കൊണ്ട് എന്റെ ശരീരം മെലിയാൻ തുടങ്ങുന്നു നബിയേ, ഞാൻ ആ വേദനയിൽ ഉരുകുകയാണ്. എന്ത് പറ്റി സൗബാൻ, എന്ത് പറ്റി സൗബാൻ?
യാ റസൂലല്ലാഹ്, അങ്ങയുടെ മസ്ജിദുൻ നബവിയുടെ എവിടെയെങ്കിലും ഒരു മൂലയിലിരുന്ന് അങ്ങയെ കണ്ണ് നിറയെ നോക്കി നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകാറുണ്ട്. വീട്ടിലേക്ക് എത്തിയാൽ എനിക്ക് അങ്ങയെ ഓർമ്മ വരും, റസൂലിനെ കാണണമെന്ന് കൊതി വരും. ഞാൻ എൻ്റെ പിഞ്ചു മക്കളെ, പൈതങ്ങളെ അവിടെ ഇട്ടേച്ചുകൊണ്ട് അങ്ങയുടെ മസ്ജിദിലേക്ക് ഞാൻ ഇറങ്ങി വരാറുണ്ട് നബിയെ. അങ്ങയെ കാണണമെന്ന് കൊതിയാകുമ്പോ ഞാൻ ഓർക്കുകയാണ്, ദുന്യാവിൽ അതെനിക്ക് സാധ്യമാകുന്നുണ്ട്. കാണണമെന്ന് ഓർമ്മ വരുമ്പോൾ, ആഗ്രഹം വരുമ്പോൾ മദീന പള്ളിയിലേക്ക് ഓടി വന്ന് അങ്ങയെ ഒരു നോട്ടം നോക്കി പോകാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ നബിയെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് അങ്ങാനും സൗബാനിന് കടക്കാൻ ഭാഗ്യമുണ്ടായാൽ തന്നെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നബിയെ അള്ളാഹു അങ്ങ് ഉയർത്തി കൊണ്ടുപോവുകയും ചെയ്താൽ മേലെ തട്ടിലുള്ളവരെ കാണാൻ താഴെയുള്ളവർക്ക് കഴിയില്ലെന്നല്ലേ? മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയും, താഴെയുള്ളവർക്ക് മേലെ വരാൻ കഴിയില്ലല്ലോ. ഹബീബേ, നാളെ സ്വർഗത്തിലിരിക്കുമ്പോൾ അങ്ങേ എനിക്ക് കാണണമെന്ന് കൊതി വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും നബിയെ എന്നോർത്ത് കരയുകയാണ്. നാളെ ഞാൻ സ്വർഗത്തിന്റെ താഴെ തട്ടിലാണെങ്കിൽ മേലെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന അങ്ങയെ എനിക്ക് വന്ന് കാണാൻ കഴിയാതെ വരുമ്പോ എന്റെ മനസ്സിന്റെ ആഗ്രഹം ഞാൻ എന്തു ചെയ്യും നബിയെ? ആ ചിന്തയിൽ ഞാൻ മെലിഞ്ഞുണങ്ങുകയാണ് റസൂലേ എന്ന് ഹബീബിനോട് മറുപടി പറഞ്ഞ സ്വഹാബി തൗബാൻ റളിയല്ലാഹു അൻഹു. അതിന് മറുപടി ഇറങ്ങിയത് ഖുർആന്റെ ആയത്താണ്. ഈ സ്നേഹത്തിന് എങ്ങനെയാ മറുപടി പറയാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. നബിയേ, നെഞ്ചിനകത്ത് അങ്ങയോട് സ്നേഹമുള്ളവർ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ സ്വർഗത്തിന്റെ താഴെ തട്ടിലല്ല നബിയേ. അമ്പിയാക്കന്മാർ എവിടെയോ അവിടെ തന്നെയാണ് അവരുള്ളത്. അതുകൊണ്ട് താഴെ മേലോട്ട് വരാൻ കഴിയുമോ എന്ന വേദന വേണ്ട. അവരമ്പിയാഇന്റെ കൂടെയാണ് നബിയേ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിനോടുള്ള ഈ മുഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു നിറച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് നോക്കി കണ്ണ് നിറയെ നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ആ സൗന്ദര്യം അങ്ങനെയായിരുന്നു. കുറേ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല, കണ്ണ് താഴ്ത്തിപ്പോകും. പുണ്യനബി തങ്ങളെ കുറിച്ച് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇജ്ലാലൻ ലിറസൂലില്ലാഹ്, ഹബീബായ നബിയോടുള്ള ബഹുമാനം കൊണ്ട് കണ്ണിങ്ങനെ സ്റ്റെയർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല, തുറിച്ചു നോക്കാൻ കഴിയുമായിരുന്നില്ല. ആ മഹബ്ബത്തിന്റെ അവസ്ഥയിലാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ മോനെ, വാപ്പ സ്വർഗത്തിലേക്ക് പോകുമായിരുന്നു, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മരിച്ചിരുന്നത് എങ്കിൽ. പക്ഷേ മൂന്നാമത് യുഗത്തിലേക്ക് കൂടെ വാപ്പാക്ക് കടന്നു പോകേണ്ടി വന്നു. അതാണ് വാപ്പയെ വേദനിപ്പിക്കുന്നത് എന്ന് മരണത്തിന്റെ മരണശയ്യയിൽ കടന്നുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു അംറിനോട് റളിയല്ലാഹു അൻഹുമയോട് വിവരിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസാണിത്. ആ അസറാണ് നമ്മൾ വിവരിക്കുന്നത്. നമ്മുടെ സംഘാടകർ സംഭാവനകൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഒരു കവർ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ചെലവുകളിലേക്ക് നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ സഹായം വേണം. നന്നായിട്ട് സഹായിക്കണം. ഇത്തരം ഒരു വലിയൊരു പരിപാടി ഒരുമിച്ച് ഇത്രയും ഒരുക്കങ്ങൾ, ലൈറ്റും സൗണ്ടും സംവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അതിലൊരുപാട് ചിലവുണ്ട്, നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ വോളണ്ടിയർമാർ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ കാര്യമായ ഒരു ഹദിയ നൽകി ഇൻഷാ അല്ലാഹ് നമ്മൾ അവരെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. അല്ലാഹു ഇതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ പരിപാടി തുടങ്ങിയിട്ട് 1 മണിക്കൂറിന് 5 മിനിറ്റ് ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി 1 മണിക്കൂർ 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഞാൻ നിർത്തുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. രണ്ട് കാര്യം, ഒന്ന് ഇരുന്ന ചടപ്പൊന്ന് മാറാൻ, പിന്നെ പേഴ്സൊക്കെ പാൻറ്റിലാണെങ്കിലും ഒന്ന് എടുത്തിട്ട് ലെവൽ ചെയ്ത് വെക്കാൻ. നമ്മുടെ പ്രവർത്തകർ വരുമ്പോൾ നമ്മുടെ മുച്ചാലിമ്യങ്ങളാണ് വരുന്നത്, എന്ത് അവരെ വെറുതെ ആക്കരുത് ഇൻഷാ അല്ലാഹ്. പിന്നെ തിരക്കുള്ളവർക്ക് പോകാനും കൂടെ സൗകര്യമാണ് എണീറ്റിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത നൃത്തം വരുമ്പോൾ 1 മണിക്കൂറാകും, പിന്നെ പോകാനായി പോകേണ്ടവരിപ്പോൾ പോയിക്കോളി, ഇരിക്കുന്നതിൻ്റെ ഇടയിലൂടെ അങ്ങ് വിട്ടേക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. പിന്നെ നല്ല നിയ്യത്ത് ചെയ്ത് വെറുതെ ഇട്ട് കൊടുക്കണ്ടേ, ഒരു നിയ്യത്ത് ചെയ്തിട്ട് അള്ളാഹു നമ്മൾ ചെയ്ത് തെറ്റ് പൊറുക്കപ്പെടാനോ പുറത്തു തരാനോ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാനോ അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാനോ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഒരു നൂറായിട്ട് കിടക്കാനോ അങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക സ്വതഖ. വെറുതെ ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ട, അടുക്കാത്ത മുറിഞ്ഞ നോട്ട് ഇട്ട് കൊടുക്കണ്ട, നല്ല തന്നെ ഇട്ട് കൊടുക്കി. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു നല്ലതേ സ്വീകരിക്കുള്ളൂ എന്നാ. അവിടെ ഇങ്ങനെ കേടുന്നത് മാത്രം തിരഞ്ഞെടുത്ത് കൊടുക്കണ്ടേ, നല്ലത് കൊടുക്കി ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറു ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്, മാഷാ. അപ്പോൾ എങ്ങനെ പോരും, എണീറ്റ് വരിക, കൊണ്ടേ കൊടുക്കണ്ടേ? ദാഹിക്കുന്നവർക്കൊന്ന് കുടിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കല്ലേ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, ഒരു ജാഹിലിയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മഹബ്ബത്തിന്റെ വസന്തത്തിലേക്ക് അല്ലാഹു എനിക്ക് വഴിമാറ്റി തന്നിരുന്നു. അതും കഴിഞ്ഞു മോനെ, പിന്നെ നമുക്ക് അധികാരം നൽകപ്പെട്ടു. ഉല്ലീനാ അശിയാ ലാ അദ്രി മാ ഹാലി ഫീഹാ, ഉല്ലീനാ അശിയാ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു നൽകി മോനെ. പള്ളി കമ്മിറ്റിയായി, മഹല്ല് കമ്മിറ്റിയായി, സ്ഥാപനങ്ങളുടെ നേതൃത്വങ്ങളിലേക്ക് വന്നു, പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങളിലേക്ക് വന്നു. അന്ന് ദീനിന്റെ അമീറാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇറാഖിലെ ഈജിപ്തിലെ ഗവർണറായിരുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളുടെ ഗവർണറാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അധികാരം അല്ലാഹു കൈകളിൽ നൽകുമ്പോൾ മോനെ പേടിയാകുന്നു. സമ്പത്ത് കൈകാര്യം ചെയ്ത വിഷയമാണത്. അതിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിധത്തിലെങ്ങാനും ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് പേടിയാകുന്നു മോനെ. ഫഇദാ അനമിച്ചു ഫലാ തസ്ഹബൂനി ബിനായിഹ, നിങ്ങളാരും എൻ്റെ കൂടെ കരയുന്ന ആളുകളെ ഒന്നും വാടകക്ക് കൊണ്ടുവരണ്ട. എൻ്റെ മരണത്തിൽ നിങ്ങളാരും സങ്കടപ്പെട്ട് കരയുകയും വേണ്ട. ഫഇദാ വളഅ്തുമൂനി ഫീ ഖബ്രി, എൻ്റെ ഖബറിലേക്ക് നിങ്ങൾ എന്നെ വെച്ചാൽ ഫൻതളിറു ഇൻദ ഖബ്രി ഖദ്റ മാ യുൻഹറു ജസൂർ, ഒരു ഒട്ടകക്കുട്ടിയെ അറുത്തതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം 1 മണിക്കൂർ നേരം എൻ്റെ ഖബറിൻ്റെ അരികത്ത് നിങ്ങൾ നിൽക്കണമേ. ഹത്താ അസ്തഇനിസ ബികും, നിങ്ങൾ അവിടെ ഖബറിന്റെ മുകളിൽ ഞാൻ താഴെ കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ വിട്ടുപോവാതെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം പോലും എനിക്ക് ആശ്വാസം നൽകും. വൻദുറു മാദാ ഉറാജിഉ ബിഹി റസൂല റബ്ബി, അല്ലാഹുവിന്റെ മലക്കുകൾ എന്നോട് മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമൻ ഇമാമുക വമാ ഖിബ്ലതുക എന്ന ചോദ്യങ്ങളുമായി വരുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ തെല്ലൊരു ആശ്വാസം ഉണ്ടാകും. നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ 1 മണിക്കൂർ നേരം. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. എൻ്റെ മരണത്തിൽ നിങ്ങൾ ആരും കരയരുത്. കാരണം ഞാൻ മരിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കുറ്റവാളിയായിട്ടാണോ എന്നെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്, എനിക്ക് പുനർജന്മം നൽകുന്നത്? പേടിയാകുന്നു മോനെ, അതുകൊണ്ട് കരയുകയാണ്. അധികാരം വേണം, സ്ഥാനങ്ങൾ വേണം എന്ന് ചോദിച്ചു വാങ്ങുന്ന ആളുകൾ ഒന്നറിയണേ, ഈ സ്ഥാനമാനങ്ങൾ അൽ ഇംറതു ഹസ്റത്തുൻ വനദാമത്തുൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ സങ്കടത്തിന് കാരണമാകുന്ന വിഷയമാണ് നേതൃസ്ഥാനങ്ങൾ വഹിക്കുക എന്ന് പറയുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു, നബിയേ ആമിൽനി, പുണ്യ നബിയെ അങ്ങയുടെ ഒരു അമീലായി, ഒരു പ്രവർത്തകനായി, ഒരു ഗവർണറായി, ഒരു അമീറായി നിങ്ങൾക്ക് അങ്ങേക്ക് എന്നെ നിയമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അബൂദർറേ നിങ്ങൾക്കത് സാധ്യമല്ല, അബൂദർറേ നിങ്ങളതിന് പോവണ്ട.
കാരണം അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നാൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സങ്കടപ്പെട്ട് കരയേണ്ടി വരും. അധികാരം അങ്ങനെയാണ്. അത് കേൾക്കാൻ നല്ല രസമായിരിക്കും. ജയിക്കുമ്പോൾ ഭയങ്കര ആവേശമാണ്, ആരവങ്ങളാണ്, ആവേശഭരിതമാകും. പക്ഷേ അത് ഉത്തരവാദിത്വമാണ്. ആ ഭാരം എല്ലാവർക്കും ചുമക്കുക സാധ്യമല്ല. അങ്ങനെ ഒരു കാലഘട്ടം എന്നിൽ കഴിഞ്ഞുപോയി മോനെ. അതെന്റെ 3ാമത്തെ ജീവിതഘട്ടമാണ്. ആ ഘട്ടത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വലിയ വിഷമത്തിലാണ്. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് യാത്ര പോകുന്ന ഒരു യാത്രയെ കുറിച്ച് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ഒരു വിവരണം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറിലേക്ക് ചേർത്ത് വെക്കാം. കഫാ ബിൽ മൗതി വാഇളാ വകഫാ ബിൽ യഖീനി ഗിനാ വകഫാ ബിൽ ഇബാദത്തി ശുഗ്ലാ. ഞങ്ങൾക്കൊരു പണിയില്ല, ബോറടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവർക്ക് ഇതിൽ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് കയ്യിലൊന്നും ഇല്ലല്ലോ, ഒരു സമ്പാദ്യവുമില്ലല്ലോ, പൈസ ഇല്ലല്ലോ, ദാരിദ്ര്യമാണ് എന്ന് പറയുന്നവർക്കും ഇവിടെ മറുപടിയുണ്ട്. ഏറ്റവും നല്ല ഉപദേശകൻ ആരാണ്? അതും ഇതിൽ പറയുന്നുണ്ട്. സിദ്ദീഖ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു അസുഖം ഷിഫയാകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് 5000 രൂപ നമ്മുടെ യതീംഖാനയിലേക്ക് അവരുടെ മകൻ ഹുദവിയായി പഠിച്ച് പാസ്സാവാനും വേണ്ടി അള്ളാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആ സ്വതക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. وبينما المرء أمسى ناعما جذلا في أهله معجبا بالعيش ذا أنقي غرا أتيح له من هينه عرض فما تلبث حتى مات كالصعق ثمات أضحى ضحا من غب ثالثة مقنعا غير ذي روح ولا رمق يبكي عليه وأدنوه بمظلمة تغشى جوانبها بالترب والفلق فما تزود مما كان يجمعه إلا حنوتا وما وراه من خرق وغير نفحة أعواد تشب له وقل ذلك من زاد لمنطلق. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കവികൾ വരാറുണ്ട്. മഹാന്റെ മുമ്പുള്ള ഭരണാധികാരികളുടെ മുമ്പിലൊക്കെ കവികൾ വന്ന് കവിതകൾ പാടുമ്പോഴേ സമ്മാനങ്ങൾ വാങ്ങിച്ചു പോകും. എന്നാൽ കവിതകളുടെ ഗതികൾ മാറ്റിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന 2ാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കവിയോട് പാടാൻ പറഞ്ഞു. എനിക്കൊരു സതുപദേശം താ. ആ സതുപദേശമാണ് വബൈനമൽ മർഉ അംസാ നാഇമൻ ജദിലാ ഫി അഹ്ലിഹി മുഅജബൻ ബിൽ ഐശി ദാ അനിഖി. എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരത്തിന് ഒരു കുഴപ്പവുമില്ലാതെ യൗവനത്തിന്റെ ചുറുചുറുക്കോടെ ജീവിക്കുമ്പോഴാണ് ثمات أضحى ضحا من غب ثالثة مقنعا غير ذي روح ولا رمق. ഇത്ര പെട്ടെന്നാണ് മരണമാസന്നമാകുന്നത്. നമ്മുടെ സുഹൃത്തിന്റെ പെങ്ങളുടെ മകൻ ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു. ഇവിടെ മയ്യത്ത് കൊണ്ടുവന്നു, മറവ് ചെയ്തു എന്ന് പറഞ്ഞു. അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്ത് ചെയ്യട്ടെ, മർഹമത്ത് ചെയ്യട്ടെ. പാപ്പാന്റെ മയ്യത്ത് വരാണ്. 40 വയസ്സെങ്ങാനുമായിട്ടുള്ളൊരു ചെറുപ്പക്കാരെ പെട്ടെന്ന് ഉറക്കത്തിൽ മരണപ്പെട്ടതാണ്. പാപ്പാന്റെ മയ്യത്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ +2 പഠിക്കുന്ന മകൾക്ക് അത് കണ്ട് താങ്ങാൻ കഴിയാതെ ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ, കുട്ടിക്ക് നീ ശമനം കൊടുക്കണേ റബ്ബേ. ആ വാപ്പാക്ക് ഖബറിൽ സുഖം കൊടുക്കണേ റബ്ബേ. വേറൊരു കുട്ടിക്കും ഇതുപോലെ ഷോക്കായിരിക്കാൻ ഈ മരണം താങ്ങാൻ കഴിയാതെ. എത്ര പെട്ടെന്നാണ് മരണങ്ങൾ സംഭവിക്കുന്നത്. യാ അല്ലാഹുവേ നീ ആ മരണപ്പെട്ട സഹോദരന് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ, മർഹമത്ത് ചെയ്യണേ പടച്ചവനെ. ഫമാ തസവ്വജ മിമ്മാ കാന യജ്മഉഹു ഇല്ലാ ഹനൂതൻ വമാ വറാഹു മിൻ ഖരിഖി. രാജാക്കന്മാരാണെങ്കിലും മുതലാളിമാരാണെങ്കിലും വിലപിടിപ്പുള്ള വാച്ചുകളുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ബ്രാൻഡുകൾ ധരിക്കുന്നവരാണ്. മരിച്ചു പോകുമ്പോൾ അതൊന്നും കൊണ്ടുവരും, കഴിച്ചു മാറ്റും. റോളക്സാ കയ്യുമ്മിൽ കൊണ്ട് മരിക്കുമ്പോൾ കൊടുക്കാൻ വിടുവോ? മക്കൾ പറയില്ലേ വാപ്പാന്റെ റോളക്സ് മയ്യത്തിനോട് വെക്കാൻ വിടൂല? മക്കൾ സമ്മതിക്കുവോ? സമ്മതിക്കൂല. വാപ്പ എത്ര ആശിച്ച് വാങ്ങിയതാ. ഹാനൂത്ത് പുരട്ടിയിട്ട്
3 വസ്ത്രങ്ങളിലായി മയ്യത്ത് നീങ്ങുകയാണ്. ഇതല്ലേ ജീവിതം എന്ന് പറഞ്ഞ് മനോഹരമായി ചിന്തകൾ കവി പങ്കുവെച്ചപ്പോൾ ഫബകാ ഉമറു ഹത്ത ഖദല്ലത് ലഹിയതുഹു, താടിരോമങ്ങളിലൂടെ കണ്ണുനീരു ചുറ്റി വീണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പൊട്ടിക്കരഞ്ഞു എന്നാണ്. ഇത് നമുക്ക് നമ്മെ തന്നെ തിരുത്താനുള്ള വഴികളാണ്. നമ്മെ തിരുത്താനുള്ള വഴികൾ ഇതിലപ്പുറം ഇനി വേറെ ഇല്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കഫാ ബിൽ മൗതി വാഇളാ, മരണം പോരെ ഏറ്റവും നല്ല ഉപദേശകനായിട്ട്. നാട്ടിലുള്ള മരണം നടക്കുന്നത് പത്രങ്ങളിൽ ചരമകോളങ്ങൾ വായിച്ചിരുന്ന ഉസ്താദുമാർ, നമ്മുടെ സി ഹൈദറുൽ മുസ്ലിയാർ നബറല്ലാഹു മർഖദ, ആ മഹാന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ മശായിഖന്മാരുടെയും ഉസ്താദുമാരുടെയും ഒക്കെ അന്ന് ചന്ദ്രിക പേപ്പർ വായിക്കും. ദാറുൽഹുദയിലുള്ള കാലം ഉസ്താദ് ആദ്യം നോക്കുക ചരമകോളം ആരൊക്കെയാണ് മരിച്ചത്, ആദ്യം അറിയേണ്ട വാർത്ത ശരിക്കും അതാണ്. നമുക്കൊരു ഫലസ്തീനിൽ ഇത്ര മരിച്ചു, 5 ആൾ മരിച്ചിട്ടുള്ളൂ, അന്നൊരു മരണമല്ലല്ലോ, എണ്ണ നോക്കുക, ഒരു 150 എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ നമുക്കൊരു ഇംപ്രഷൻ കിട്ടണില്ല, പത്രക്കാർക്ക് തന്നെ എഴുതാൻ മടിയാണ് 5 ആൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ. അള്ളാഹു ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ, അഭയം നൽകണേ റബ്ബേ, ഇസ്സത്ത് നൽകണേ റബ്ബേ, വിജയം നൽകണേ പടച്ചവനെ. അർഹമുർ റഹീമേ, നീ അവരെ നിന്റെ കാവലിലാക്കണമേ തമ്പുരാനെ. മരണം ഏറ്റവും നല്ല ഉപദേശകനാണ്. കഫാ ബിൽ മൗതി വാഇളാ വകഫാ ബിൽ യഖീനി ഗിനാ, നിങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിൽ ഉറപ്പുണ്ടോ, ഏറ്റവും വലിയ സമ്പാദ്യം അതുതന്നെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിൽ ഉറപ്പുണ്ടോ? ഖുർആനോദനം പഠിക്കണം, ഹിഫ്ദ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇൽമിന്റെ യാത്രയിലാണ്, ഇൽമിന്റെ സേവനത്തിലാണ്, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്, സഹചാരിയുടെയും മറ്റും പ്രവർത്തകരാണ്, വിഖായ വോളണ്ടിയറാണ്. പക്ഷേ യഖീൻ, എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് അള്ളാഹു എനിക്കിതിന് കൂലി തരും, അത് യഖീനാണ്. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു വിധിച്ചത് മാത്രമേ എനിക്ക് സംഭവിക്കുള്ളൂ, വേറെ ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല, എൻ്റെ റബ്ബിന്റെ തീരുമാനമായി എനിക്ക് നടക്കുകയുള്ളൂ. ഈ യഖീൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ മുതലാളിയാണ്. കയ്യിലെ കാശിന്റെ എണ്ണമല്ല നോക്കേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഡിജിറ്റുകളുടെ എണ്ണമല്ല അവിടെ പ്രശ്നം. നിങ്ങളുടെ ഖൽബിൽ യഖീനുണ്ടോ? അള്ളാഹു നമുക്ക് യഖീന് നൽകട്ടെ. എന്താ യഖീൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പിന്നെ അനങ്ങാൻ പാടില്ല. പിന്നെ ആര് എന്ത് യുക്തിവാദിന്റെ പ്രസംഗം കേട്ടാൽ അനങ്ങാൻ പാടില്ല, ഇളക്കം തട്ടാൻ പാടില്ല. യഖീൻ അതാണ്. എൻ്റെ റബ്ബും എൻ്റെ ഹബീബുമാണ് ഹഖ്, അതല്ലാത്തത് മുഴുവൻ ബാത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു യഖീൻ, അതുള്ളവർ മുതലാളിയാണ്. വകഫാ ബിൽ ഇബാദത്തി ശുഗ്ലാ, ഒരു പണിയില്ല, എനിക്ക് ബോറടിക്കുന്നു, എന്താ ചെയ്യാ എന്ന് പറയുന്നവർക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വകഫാ ബിൽ ഇബാദത്തി ശുഗ്ലാ, ഏറ്റവും നല്ല ജോലിയല്ലയോ ഇബാദത്ത് ചെയ്യുന്നത്? എത്ര നല്ല ജോലിയാണ്! ഇബാദത്തിനോളം മനോഹരമായ തൊഴിലുണ്ടോ? ഇബാദത്ത്, അതിൽ വ്യാപൃതരാകുന്നത്, അതൊരു ബിസിനസ്. നമ്മൾ ബിസിയാവലാണ്, ഇബാദത്തിൽ ബിസിയാകുന്നത്. ഖുർആൻ പാരായണമാകട്ടെ, നിസ്കാരം അദ്കാറുകളാവട്ടെ, നാവിനെ സൂക്ഷിക്കുന്നതാവട്ടെ, ശരീരം സൂക്ഷിക്കുന്നത്. ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു, ഹസനുൽ ബസ്രി തങ്ങൾ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന മഹാൻ, മാ റഅയ്തു യഖീനൻ അശ്ബഹ ബിശ്ശക്കി മിൻ യഖീനിൻ നാസി ബിൽ മൗതി അലാ ഗഫലതിഹിം അൻഹു. മഹാൻ പറയുന്ന ഇത് മനോഹരമായ ഒരു ചിന്തയാണ്, നല്ല ഉറപ്പുള്ളൊരു കാര്യം, പക്ഷെ ഇത് കണ്ടാൽ തോന്നുന്നു സംശയമുള്ള കാര്യമാണെന്ന്. അങ്ങനത്തെ ഒരു വിഷയം മരണത്തെ ജനങ്ങൾ കാണുന്ന രീതിയാണ്. ആരൊക്കെയോ മരിച്ചു മയ്യത്തുണ്ടോ അങ്ങനെ കഥ പറഞ്ഞു പോവാ, നാളെ ഈ കടത്ത് ഞാനും കടക്കുമെന്ന് ഒരാൾക്കും ബോധിക്കുന്നില്ലല്ലോ. ഉറപ്പുള്ള സംഗതിയാണ് മരണം. അതുകൊണ്ടാ ഖുർആൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീനായ മരണം വരുന്നവരെ നിസ്കരിക്കണം എന്ന, ഉറപ്പ് വരുന്നവരെ എന്നല്ല യഖീൻ അവിടെ അർത്ഥം. അൽ യഖീനു അൽ മൗത്ത്, മരണം. മരണത്തോളം വരുന്ന ഉറപ്പുള്ളൊരു സംഗതി വേറെ. ട്രെയിൻ ചിലപ്പോൾ വരാതിരിക്കാം, ബസ് ചിലപ്പോൾ പഞ്ചറായി പോയേക്കാം, ഫ്ലൈറ്റ് ക്യാൻസൽ ആയേക്കാം, വരുമെന്ന് പറഞ്ഞ ആൾക്ക് വരാൻ പറ്റാതിരുന്നേക്കാം, പക്ഷെ മരണം ഇവര് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അത് യഖീനാണ്. അതുകൊണ്ടാണ് മരണത്തിന്റെ മറ്റൊരു പേര് യഖീൻ എന്നാണ്, ഉറപ്പുള്ള സംഗതി. ഇങ്ങനെ ഉറപ്പുള്ള സംഗതിയായിട്ട് ജനങ്ങളുടെ കളി കാണുമ്പോൾ അത് വരുന്ന സംശയമുള്ള സംഗതിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണെന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. വലാ റഅയ്തു സിദ്ഖൻ അശ്ബഹ ബിൽ കദിബി മിൻ ഹുബ്ബിൻ നാസിൽ ജന്ന മഅ തർകിഹിം ലിഅമലിഹാ. സത്യമാണ് പറയുന്നത് എന്ന് തോന്നും,
സത്യമാണ്, എന്നാൽ അത് കളവാണ് എന്ന് തോന്നും. എങ്ങനെ? ജനങ്ങളൊക്കെ പറയും സ്വർഗത്തിൽ പോണം, ആമീൻ, സ്വർഗത്തിലെത്തിക്കണേ, ആമീൻ. ഇതൊക്കെ പറയുമ്പോഴും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, അധ്വാനിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ലല്ലോ. 2 റക്അത്ത് ജൗഫുൽ ലൈലിൽ, പാതിരാത്രി 2 റക്അത്ത് നിസ്കരിക്കാൻ അതൊന്നും കഴിയൂല ഉസ്താദ്, അങ്ങനെയൊന്നും പറയില്ല. ഞങ്ങളിങ്ങനെ ഇരുന്നര വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും 10 രൂപയ്ക്ക് വേണമെങ്കിൽ തരാം, അധ്വാനിക്കാനൊന്നും അത്രയൊന്നും ഞങ്ങളെ കൊണ്ടാവില്ല. അന്ന് രാത്രി ലോകകപ്പിന്റെ ഫൈനലാന്ന് പറഞ്ഞു നോക്കണ്ടേ, എത്ര കുട്ടികളുണ്ടാവും ഈ ഗ്രൗണ്ടിൽ? അപ്പോൾ ഉറക്കൊഴിക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്നില്ല. അത് രസമാണ്, ഹരമാണ്, ഭയങ്കര മാമാങ്കമാണ് അല്ലേ? അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസമെങ്കിലും അതിന് പകരം ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അള്ളാഹുവിനോട് പറയാ? എന്താ പറയാ? പടച്ചോനെ, അധ്വാനിക്കുന്നില്ല, പക്ഷേ സ്വർഗത്തോട് ഇഷ്ടമാണെന്ന് പറയേണ്ടത് പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നും നുണയാ പറയണത്. സത്യമാണ്, പക്ഷെ നുണയാണെന്ന് തോന്നും. സ്വർഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ അധ്വാനിക്കുന്നില്ലല്ലോ. മരണം ഉറപ്പാണ്, പക്ഷെ കണ്ടാ തോന്നുന്നത് സംശയമുള്ള കാര്യമാണെന്ന്. കാരണം മരണത്തെ ജനങ്ങൾ അങ്ങനെയാ കാണുന്നത്, അശ്രദ്ധമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഏറ്റവും നല്ല ഉപദേശകനാണ്, നമ്മുടെ മുമ്പിൽ വന്ന ഏറ്റവും നല്ല ഉപദേശകനാണ്. അള്ളാഹുവിന്റെ ദൂതുമായി, സന്ദേശവുമായി നമ്മുടെ മഹല്ലിലൂടെ, പഞ്ചായത്തിലൂടെ, നമ്മുടെ അയൽപക്കങ്ങളിലൂടെ, നമ്മുടെ വീട്ടിലൂടെ കയറിയിറങ്ങുന്ന ഉപദേശകനാണ് മരണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളിലേക്ക് നമ്മുടെ മനസ്സുകൾ ഇങ്ങനെ ചിതറിപ്പോകുമ്പോൾ ആ ചിന്തകളെ അള്ളാഹുലേക്ക് അടുപ്പിച്ചു കൂട്ടാൻ നമ്മുടെ മുമ്പിൽ അള്ളാഹു തരുന്ന ചില വഅദുകളുണ്ട്. അതിൽപ്പെട്ട സാരോപദേശങ്ങളിൽ ഒന്ന് മരണമാണ്. മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഖൽബിൽ അള്ളാഹു നിറച്ചു തരട്ടെ. ഏതു നേരവും മുതഅല്ലിമീങ്ങൾ ചിന്തിക്കരുത്, അവർക്ക് കറാഹത്താണെന്നാണ്. എന്നാൽ പഠനം കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഞാൻ ഇന്ന് മരിക്കുമോ, ഇപ്പൊ മരിക്കുമോ എന്ന് ഓർക്കുന്നത് കൂലിയുള്ള കാര്യമാണ്. പള്ളിക്കാട്ടിൽ ചെന്നുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, എവിടെയാണ് പ്രമാണിമാർ, എവിടെയാണ് സാധാരണക്കാർ? എല്ലാവരുടെയും മീസാങ്കൽ ഒരുപോലെ കിടക്കുകയാണ്. രാജാധികാരമുള്ളവരുടെ പ്രസിഡന്റ് എവിടെ? സെക്രട്ടറിയുടെ ഖജാൻജി എവിടെ? എവിടെ ഓഫീസർമാരെവിടെ? നേതാക്കന്മാരെവിടെ? പള്ളിക്കാട്ടിലേക്ക് ചൊല്ലുമ്പോ മൗനിയാണ്. എല്ലാവരുടെയും മീസാൻ കല്ലുകൾ ഒരുപോലെ കിടക്കുന്നു. തഫാനൗ ജമീഅൻ ഫലാ മുഖ്ബിറുൻ വമാതു ജമീഅൻ വമാതൽ ഖബർ. എല്ലാവരും മരിച്ചുപോയി. ആ മരണത്തോടുകൂടെ അവരുടെ വാർത്തകളും മരിച്ചുപോയി. ഇതല്ലേ പള്ളിക്കാടിന്റെ അനുഭവം? നബി തങ്ങൾ പറയുമായിരുന്നു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഖബറിന്റെ സിയാറത്ത് നിങ്ങൾ ചെയ്യണമേ. അത് വേണ്ടാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. തങ്ങൾ പറയാ, എന്നാൽ ഇനി മുതൽ നിങ്ങളത് ചെയ്യണം. പൊതുശ്മശാനങ്ങൾ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതല്ല, എന്നാൽ പുരുഷന്മാർ നിങ്ങൾ ഖബറുകൾ പോയി സന്ദർശിക്കണമേ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നാളത്തെ ലോകം, പരലോകം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അത് നല്ലതാണ്. അല്ലാഹു നമ്മുടെ ഖൽബുകളിലേക്ക് നാളത്തെ ചിന്തകൾ അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഇമാം ഹുമൈദിയുടെ താരീഖുണ്ട്. അദ്ദേഹം ഒരു ചരിത്രം വിവരിക്കുന്നുണ്ട്. ഒരാൾക്ക് അസുഖം പിടിപെട്ട കഥയാണ് അവർ പറയുന്നത്. ഇന്ത്യയിൽ വന്നൊരു ഡോക്ടറെ കണ്ടുപോയത്. ഇന്ത്യയിൽ എവിടെയാ വന്നത്? കേരളത്തിലായിരുന്നോ ഡൽഹിയിലായിരുന്നോ അതൊന്നും നമുക്കറിയില്ല. ഇമാം ഹുമൈദിയോട് തന്നെ ചോദിക്കണം. അവർ മരിച്ചുപോയും ചെയ്തു. പക്ഷെ അദ്ദേഹം തന്റെ താരീഖിൽ എഴുതി വെച്ചത്, ഒരസുഖം വന്ന് ശരീരമാസകലം മുറിവ് വന്ന ഒരാൾ, ഒരു കച്ചവടക്കാരനായിരുന്നു. ശരീരമാസകലം മുറിവായിരുന്നു. ഒരു മരുന്നുകൊണ്ടും മുറിവ് മാറുന്നില്ല. അങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റി. അങ്ങനെ ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. അന്നൊക്കെ യമൻ വഴി, സലാല വഴിയാണ് ഇന്ത്യയിലേക്ക് വരിക. സലാലയിൽ നിന്ന് നേരെ കപ്പൽ പിടിച്ചാൽ നമ്മുടെ കോഴിക്കോട് പയ്യോളി കടപ്പുറത്താണ് എത്തുന്നത്. അല്ലെങ്കിൽ കാലിക്കറ്റ് ബീച്ചിലേക്ക് എത്തുന്ന, കല്ലായിലേക്ക് എത്തുന്ന ആ ഒരു റൂട്ടാണ്. നേരെ അക്കരെ മുറിച്ച് കടന്നാൽ സലാലയാണ്. പഴയകാല യമനിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒമാനിൻ്റെ ഭാഗമാണല്ലോ സലാല. ചേരമാൻ പെരുമാൾ, ചക്രവർത്തി പെരുമാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. റളിയല്ലാഹു അൻഹു കപ്പൽ കയറി വന്ന് ഇന്ത്യയിലേക്ക്. ആ ഒരു ഡോക്ടറെ അന്വേഷിച്ചുകൊണ്ടാണ് വന്നത്. എവിടെയാണ്, അയാളുടെ പേരെന്താ, അതൊന്നും നമുക്കറിയില്ല. ഇമാം ഹുമൈദി ഇത് ഉദ്ധരിച്ചു. അതിൻ്റെ ചില വിവരണങ്ങൾ നമുക്ക് ചില ചിന്തകൾ നൽകുന്നത് കൊണ്ട് മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ്.
അപ്പോൾ ആ ഡോക്ടറെ കണ്ടുപിടിച്ചു. അപ്പൊ നോക്കുമ്പോൾ മെലിഞ്ഞു ഉണങ്ങിയ ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ, അയാൾ കട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയാൾക്ക് തന്നെ ജീവല്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളാണോ ഡോക്ടർ? അതെ. നിങ്ങൾ ചികിത്സിക്കുന്ന ആളാണോ? അതെ 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 അതെ. നിനക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചു. എന്റെ ശരീരം കണ്ടില്ല, ആകെ മുറിവാണ്, മുഖത്തും ദേഹത്തും ആകെ മുറിവുകളാണ്, ഇതെനിക്ക് ശിഫ കിട്ടണം. നിങ്ങൾ വലിയ വൈദ്യരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മരുന്നുണ്ടോ? അദ്ദേഹം ചോദിച്ചു, മരുന്നിന് നല്ല ചെലവ് വരും. നീ എന്ത് തരും? എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞു. നിന്റെ കയ്യിലുള്ള സമ്പത്തിന്റെ നേർപകുതി എനിക്ക് തരേണ്ടി വരും, പറ്റുമെന്ന് ചോദിച്ചു. ആ തരാന്ന് പറഞ്ഞു. അങ്ങനെ സമ്പത്തിന്റെ പകുതി കൊടുത്തുകൊണ്ട് ചികിത്സ തുടങ്ങി. ഏതാനും ആഴ്ചകൾ അദ്ദേഹം ചികിത്സിച്ചു. മുറിവൊക്കെ മാറി നാട്ടിലേക്ക് തിരിച്ചുപോയി. നാട്ടിലെത്തിയപ്പോഴവൻ്റെ മുഖത്തിങ്ങനെ പാടുകളുണ്ടല്ലോ, കലകളുണ്ടല്ലോ എന്ന ഒരു ടെൻഷൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വല്ല ഒരു പിമ്പിളുണ്ട്, ഇവിടെ ചെറിയൊരു കലുണ്ട്, ഇവിടെ ചെറിയൊരു കുരുണ്ട്. ഇതൊക്കെ വലിയ സംഭവമാണ്. ഇപ്പോൾ അതിന് വല്ല മരുന്നുണ്ട്, ഓൺലൈനിൽ ആമസോണിൽ അന്വേഷിക്കുക, ഏത് മരുന്നടിച്ചാൽ ഇത് മാറുക, ഏത് ഓയിൻമെൻ്റാണ്, അത് എത്ര $1 കൊടുത്താലും കുഴപ്പമില്ല. എന്തിന്? ഈ കുരുവിൻ്റെ സ്റ്റെയിന് പോവാൻ, കുരു മാറാനല്ല, അത് പോയ അടയാളം പോവാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹത്തിന് തോന്നി അന്ന് മുതലാളിയാണ്. ഇപ്പോൾ ആ ഒരു മുറിവിൻ്റെയൊക്കെ അതിൻ്റെ സ്റ്റെയിനുകൾ ഇങ്ങനെ അതിൻ്റെ പാടുകളുണ്ട്. അപ്പം ആ പാടുകൾ ഒന്ന് മാറ്റണമല്ലോ, അതിന് ഒരു മരുന്ന് കിട്ടുന്നില്ല. അപ്പം ഇയാളെ തന്നെ പോയി കാണാം. വീണ്ടും ഇന്ത്യയിലേക്ക് അദ്ദേഹം വരികയാണ്. അപ്പം ഈ മനുഷ്യൻ അങ്ങനെ കിടക്കുന്നുണ്ട്, ജീവല്ലാത്തൊരു മെലിഞ്ഞൊരു മനുഷ്യൻ. അയാൾ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. പറഞ്ഞു, ഇതാ ഈ മുഖത്തെ പാടുകൾ മാഞ്ഞിട്ടില്ലല്ലോ, അസുഖം മാറി. അപ്പം അസുഖം മാറിയാ പോരെ? അല്ലല്ല, എനിക്ക് പാട്, ഇത് വലിയ ഒരു സുഖമല്ലല്ലോ, എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ അത് കാണില്ലേ, എനിക്ക് എൻ്റെ പാടുകളൊക്കെ ഒന്ന് മാറണം. ചിലവ് വരും. എന്ത് വരും? നിന്റെ സമ്പത്തിന്റെ മറ്റേ പകുതി ഉണ്ടല്ലോ, അതും കിട്ട് വെച്ചേരേണ്ടി വരുന്നു, തരാന്ന് പറഞ്ഞു. അതും വെച്ചുകൊടുത്തു. ഇയാൾ ഫക്കീറാണ്. ഇപ്പോൾ ഫക്കീറാണ്. ചികിത്സിച്ചു, മുഖത്തിന്റെ പാടൊക്കെ മാറിയിട്ടോ. അയാൾ പോകാൻ നിൽക്കുമ്പോൾ ഈ വൈദ്യൻ ചോദിച്ചു, ഇതൊക്കെ എന്താ മനസ്സിലായതെന്ന് ചോദിച്ചു. കയ്യിലെ പൈസയൊക്കെ പോയില്ലേ? പോയി. ഈ പൈസ എന്തിനാ ചെലവഴിച്ചത്? നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി അല്ലേ? അപ്പൊ നിങ്ങളുടെ പണത്തേക്കാൾ വലുതാണ് നിങ്ങൾക്ക് പടച്ചോൻ തന്ന ശരീരമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചു. അത് ശരിയാ, നമ്മൾ പൈസ അല്ലല്ലോ എന്നാ പറയാം. ഇതിനും വലിയ സാധന കയ്യിലിരിക്കണത് നമ്മുടെ ശരീരം തന്നെ. 5 കോടി തരാന്ന് പറഞ്ഞാൽ മുഖത്തെ കണ്ണ് കൊടുക്കോ? നിങ്ങള് കൊടുക്കോ? ഞാൻ വല്ല ചോദിക്കില്ല, കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. ചിലപ്പോ 5 കോടിക്കണേ കൊടുത്തേക്കാന്ന് ഉണ്ടാവൂല. സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ ഗതികെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല അല്ലേ? ഏതായാലും കോടികൾ വില, 5 ലക്ഷത്തിനൊന്നും എന്തായാലും കൊടുക്കൂല, ഉറപ്പാ. എന്തേ? വിലമതിക്കാനാവാത്ത സാധനങ്ങളാണ് ജന്മന പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളത്. ഇതൊന്നും നമ്മൾ കാണൂല. പൈസ അല്ലല്ലോ, എൻ്റെ മൊബൈലും അതാണല്ലോ, പഴയ മോഡലാണല്ലോ, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ. ഇത്രയാ നമ്മൾ ആലോചിക്കുന്നത്. റബ്ബേ ഖലീലും മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണെന്ന് പുണ്യ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനാണത്. എൻ്റെ ഉമ്മത്തിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറവ്. ഇല്ല എന്നേ പറയുള്ളൂ, ഉള്ളത് പറയാറില്ല. വൈദ്യൻ ചോദിച്ചു, നീ എന്ത് മതക്കാരനാന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിമാണ്. മുസ്ലിമോ? അതെന്താന്ന് ചോദിച്ചു. നിങ്ങൾ ഇസ്ലാം മതം വിശ്വസിക്കുന്നവരാണ്. അപ്പൊ വൈദ്യരെ, നിങ്ങൾ ഇത്ര നല്ല വൈദ്യം ചെയ്യുന്ന മനുഷ്യനായിട്ട് എന്തേ നിങ്ങളിങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നത്? എന്തേ നിങ്ങളിങ്ങനെ മെലിഞ്ഞു ഉണങ്ങി കിടക്കുന്നത്? നിങ്ങൾക്ക് എന്താ ആരോഗ്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞിടോ, ഞാൻ ആലോചിച്ച് കിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ മനുഷ്യന്മാരെന്താണ് പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ശരീരം മിനിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത്? ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? ഈ ശരീരം ഇങ്ങനെ നോക്കാനാണോ പണം ചെലവഴിക്കേണ്ടത്? ഇതിനാണോ മനുഷ്യൻ പെടാപ്പാട് പെടേണ്ടത്? ഇതിലപ്പുറം ഒരു ലക്ഷ്യമില്ലയോ? ഇത് ഓർത്തുകൊണ്ട് ഞാൻ ചിന്തിച്ച് ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ ചിന്ത കൊണ്ടാണ്. അപ്പൊ എൻ്റെ മതം എന്താ പറഞ്ഞ്? ഇസ്ലാം. എന്താ ഇസ്ലാം എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ വിവരിച്ചു കൊടുത്തു. ഞാൻ മുസ്ലിം. അപ്പൊ അറബിയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾക്ക് തിരിയുന്ന അതൊരു ദ്വിഭാഷയെ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇസ്ലാം ഇങ്ങനെ ഈമാൻകാരൊക്കെ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകമുണ്ടെന്നും നാളെ അള്ളാഹുവിന്റെ വിചാരണ ഉണ്ടെന്നും. അയാൾ അങ്ങോട്ട് എഴുന്നേറ്റിരുന്നു. ഇങ്ങനെ വിശ്വാസമുള്ള നീയാണോ മുഖത്തെ പാടിന് വേണ്ടി സമ്പത്തിന്റെ മറ്റേ പകുതി, മുറി മാറാൻ വേണ്ടി സമ്പത്തിന്റെ നേർപകുതി, ഇതും കൊടുത്തതിന്റെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ ഈ മണ്ണിലേക്ക് പോയി ശവമായി കിടന്ന് മണ്ണിൽ അലിഞ്ഞു പോകുന്ന ഈ ദേഹത്തിന് വേണ്ടിയാണോ നിന്റെ ഈ സമ്പത്ത് മുഴുവൻ നീ ചെലവഴിച്ചത്? നീ എന്ത് വിഡ്ഢിയാണോ? ഞാൻ ഇസ്ലാം പഠിച്ച ആളല്ല, എനിക്ക് ആ മതം അറിയില്ലായിരുന്നു. ഇങ്ങനെ പരലോക വിശ്വാസമുള്ള ഒരു മതത്തിന്റെ നീ ഇത് ചെയ്തോ? എനിക്ക് നിന്നോടുള്ള ബഹുമാനം കുറഞ്ഞു പോവുകയാണ്.
അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട, നിന്റെ കാശ് മുഴുവൻ നീ കൊണ്ടുപോയിക്കോ, ചികിത്സിച്ചത് മുഴുവൻ ഫ്രീ ആണ്. കാരണം ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളല്ല. പക്ഷെ നിനക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നിന്റെ സമ്പത്ത് മുഴുവൻ ഇവിടെ വാങ്ങിവെച്ചത്. നീ എത്ര വലിയ അനുഗ്രഹം കിട്ടിയ ആളാണ്. എന്നിട്ട് നീ പരാതി പറയുകയാണോ? നിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നത് നിനക്ക് ശരീരത്തിന് വേണ്ടിയോ? നീ ദാനം ചെയ്യേണ്ട ആളല്ലേ? നിന്റെ പരലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളല്ലേ? മരണം നിന്നെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്ന ആളല്ലയോ? യാ അല്ലാഹ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഇന്നല്ലാഹ ലം യഖ്ലുഖിൽ ഖൽഖ ലിൽ ഫനാ. മനുഷ്യരെ അല്ലാഹു പടച്ചത് നശിച്ചു പോകാൻ വേണ്ടി പടച്ചതല്ല. ഉമ്മയുടെ ഉദരത്തിലൂടെ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ആലമുൽ അർവാഹിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നമ്മൾ ജീവിച്ചവരാണ്. ആയിരക്കണക്കിന് കൊല്ലം. നമ്മുടെ റൂഹിന്റെ ആയുസ് നമുക്ക് പറയാൻ കഴിയില്ല. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആലമുൽ അർവാഹിൽ നമ്മൾ ജീവിച്ചവരാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ഉമ്മയുടെ ഉദരത്തിലേക്ക് വന്നത്. 9 മാസം 10 മാസം അവരിൽ കിടക്കുന്ന കാലം എത്രയാണോ ദുന്യാവിന്റെ അവസാനം അല്ലാഹു നിശ്ചയിക്കുന്നത്, അതുവരെ ഖബറിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ആലമുൽ ആഖിറ, പിന്നെ അനന്തമായ ലോകം. ഇതിന്റെ ഇടയിൽ ഒരൽപ്പ നേരത്തേക്ക് റൂഹിനെ അല്ലാഹു മരിപ്പിക്കും. കാരണം കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാത്ത സർവ്വതും നശിച്ചു പോകുമെന്ന റബ്ബിന്റെ കലാം സത്യമായി പുലരാൻ വേണ്ടി അല്ലാഹു അല്ലാത്ത എല്ലാറ്റിനും ജിബ്രീൽ അലൈഹിസ്സലാമിനടക്കം അല്ലാഹു മരണം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനുഷ്യനെ പടച്ചത് അങ്ങ് നശിച്ചു പോകാനല്ല, വഇന്നമാ ഖലഖഹും ലിൽ ബഖാ. മനുഷ്യനെ പടച്ചത് എന്നെന്നും നിലനിൽക്കാൻ വേണ്ടിയാണ്. വഇന്നമാ ഹും യൻതഖിലൂന മിൻ ദാരിദ് ദീഖി ഇലാ ദാരിസ് സഅ. സങ്കുചിതമായ ഒരു ലോകത്ത് നിന്ന് വിശാലമായ ലോകത്തേക്കാണ് മരണത്തിലൂടെ കടന്നു പോകുന്നത്. ചെറിയ തണുപ്പ് സ്പ്രേ ചെയ്യണമാരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നൂടെ കൂടുതൽ പെയ്യണം. നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം, പടച്ചോനെ ഞങ്ങൾക്ക് ഇപ്പൊ പെയ്യിക്കല്ലേ എന്ന്. ഇപ്പൊ പറയണ്ടല്ലോ, ചൂടായതുകൊണ്ട് തണുപ്പിക്കാൻ വേണ്ടി അല്ലേ അല്ലാഹു തആല ഗൈസിറക്കിന ബദറിൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ എത്തിച്ചു തരട്ടെ. വഇന്നമാ ഹും യൻതഖി അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ശജർ. പുണ്യ നബി തങ്ങളോട്, നബിയെ ഞങ്ങൾക്ക് മഴ വേണ്ട നബിയെ, മഴ മതി, മഴ കൊണ്ട് ബുദ്ധിമുട്ടായി നബിയെ എന്ന് വെള്ളിയാഴ്ച ജുമുഅ നിർവഹിക്കുമ്പോൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. പുണ്യനബി ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, റബ്ബേ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. മദീനക്ക് ചുറ്റും ഒരു വട്ടം വരച്ചു. അല്ലാഹുവേ, മദീനക്ക് ചുറ്റും മഴയെ കൊണ്ടുപോകണമേ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് വേണ്ട, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ. മഴ ഞങ്ങൾക്ക് വേണ്ട, നിർത്തിയേക്കെന്ന് അല്ലാഹുവിനോട് പറയാൻ പാടില്ല എന്നാ. എങ്ങനെ? ചുറ്റും കൊടുത്തേക്ക് റബ്ബേ. മലകളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, മഴ ആവശ്യമുള്ളിടത്തേക്ക്. അതാണ് ഈ ദുആന്റെ പൊരുള്. 3 തവണ നിങ്ങൾ ഉച്ചത്തിൽ ഉറക്ക ചൊല്ലൊന്നും വേണ്ട, എന്നാലും ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ചൊല്ലണം. അപ്പൊ അല്ലാഹു മഴ അങ്ങോട്ട് നീക്കിത്തരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി وبطون الأودية ومنابت الشجر. اللهم حوالينا ولا علينا. اللهم على الآكام والجبال والضراب وبطون الأودية ومنابت الشجر. اللهم حوالينا ولا علينا. اللهم على الآكام والجبال والضراب وبطون الأودية ومنابت الشجر. اللهم عليك توكلنا. لا يأتيه الباطل من بين يديه ولا من خلفه. تنزيل من حكيم حميد. മരണമാണ് ആദ്യത്തെ ഉപദേശകൻ. രണ്ടാമത്തെ ഉപദേശകൻ ആരാണെന്നറിയുമോ? വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമാണ് രണ്ടാമത്തെ നമ്മുടെ ഉപദേശകൻ. ഇവിടെ നസീം ബാഖവി അവர்கள் ഇവിടെ അങ്ങോട്ട് സംസാരിച്ചു പോവുകയുണ്ടായി. കഫാ ബിൽ ഖുർആനി വഇളാ. ഖുർആൻ ഏറ്റവും നല്ല വഅലാണ് പറയുന്നത്. ഖുർആൻ നൽകുന്ന ഉപദേശം വളരെ വലുതാണ്. മഹാനായ ഹാറൂനുർ റഷീദ് തങ്ങളോട് അല്ലാമ ഇബ്നു സമ്മാഖ്
ഉപദേശിച്ചു കൊടുത്ത ഉപദേശം അതാണ്. ഇഅ്ലുനി ഇബ്നു സമ്മാക്കെ, എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് മഹാനായ ഹാറൂൻ റഷീദ് തങ്ങൾ ചോദിച്ചപ്പോഴേ മഹാനവറുകൾ കൊടുത്ത മറുപടി കഫാ ബിൽ ഖുർആനി വാഇളാ, ഖുർആൻ അല്ലയോ ഏറ്റവും നല്ല വഅദ് പറയുന്നത്. ഒരു ദിവസം ഒരു പേജ് ഖുർആൻ ഓതാൻ പ്രയാസമുള്ളവർ, കണ്ണു കാണാത്തവർ, മൊബൈലിലെങ്കിലും ഖുർആൻ ഇല്ലാത്തവർ, വീട്ടിൽ മുസാഫ് ഇല്ലാത്തവർ ഒന്ന് കൈപ്പൊക്കിയട്ടെ. ഒരു ദിവസം ഒരു പേജ് എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് ഒരു പേജ് ഫേസ്ബുക്കിനെ നോക്കാൻ പറ്റാത്ത ആളാണ്, അപ്പോൾ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ഉണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നുമില്ല, നമുക്ക് പറ്റൂലേ? ഒരു പേജ് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം കൊടുത്തൂടെ? ഒരു യാസീൻ ഓതാൻ ആകെ 6 മിനിറ്റേ വേണ്ടു. അതൊരു 4 പേജുണ്ട്. 6 മിനിറ്റ് കൊണ്ട് യാസീൻ പൂർത്തിയായിട്ട് ഓതാൻ പറ്റും. 6 മിനിറ്റേ വേണ്ടു യാസീൻ ഓത്. പഠിച്ചോനെ ഇത് എപ്പോഴാണ് തീരുന്നു? സമയം നോക്കിക്കൊണ്ട് 6 മിനിറ്റേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 7 മിനിറ്റ്. ചിലർ യാസീനൊക്കെ വിളിച്ചാട് നീച്ചു പോകും, ഇതിൻ്റെ കൂടെ ചെല്ലിയാൽ തീരൂലല്ലോ. ഉലല്ലാഹൊക്കെ ആണെങ്കിൽ ഓതി തീർക്കാം. 6 മിനിറ്റ് 7 മിനിറ്റ് മാക്സിമം, അത്രേ വേണ്ടു. എന്തെല്ലാം സ്വറ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ്റെ ആപ്പുകളുണ്ട്, മറ്റു ഖുർആൻ കേൾക്കാം, യൂട്യൂബിൽ കേൾക്കാം. ഒരുപാട് ഖുർആൻ മജീദ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അദ്നാൻ എന്ന് പറഞ്ഞ വേറൊരു ആപ്പുണ്ട്. ചെറിയ കുട്ടികൾ ഖുർആൻ ഇങ്ങനെ ചൊല്ലിപ്പഠിക്കാൻ പറ്റുന്ന അദ്നാൻ ആപ്പുണ്ട്. ചെറിയ ചെറിയ സൂറത്തോളം അങ്ങനെ ചൊല്ലിപ്പഠിക്കുന്ന കുട്ടികൾക്ക് വെച്ചുകൊടുത്ത് അവരെങ്ങനെ ചൊല്ലിപ്പഠിച്ചോളൂ. അൽഹംദുലില്ലാഹ്. വിശുദ്ധമായ ഖുർആൻ അതൊരു നൂറാണ്, വെളിച്ചമാണ്, ഹൃദയത്തിനുള്ളിലേക്ക് കയറുന്ന വെളിച്ചമാണത്. വലീദ് ഇബ്നു മുഗീറ പുണ്യനബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട്, നബിയെ നിങ്ങൾക്ക് ഞങ്ങൾ സമ്പത്ത് തരാം, പെണ്ണ് തരാം, അധികാരം തരാം, നിങ്ങളുടെ ദഅവത്തൊന്ന് നിർത്തിവെക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ. അഫറഗ്ത യാ അബൽ വലീദ് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد. ഭീകരമായ സംസ്കാരങ്ങളെ, അങ്ങനെ പറയാണ്, ഭീകരമായ സംസ്കാരങ്ങള്, ഭീതിതമായ കാര്യങ്ങൾ ചെയ്തിരുന്നവർ, ഇന്നത്തെ ക്രെയിനുകളോ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് മലകളെ തുരന്ന് വീടുകളുണ്ടാക്കിയവർ. ഇന്ന് സൗദിയിലെ മദായിൻ സ്വാലിഹിൽ ചെന്നാൽ, അവിടെയാണ് അൽ ഉല എന്ന് പറയുന്ന സ്ഥലം. ഇപ്പത്തെ ജോർഡാനിലെ പെട്രയിൽ ചെന്നാൽ ഇപ്പോഴും അതിൻ്റെ അടയാളങ്ങൾ കാണാൻ കഴിയും. മലകൾ തുരന്നുണ്ടാക്കിയത്. വലീദ് ഇബ്നു മുഗീറയുടെ മുമ്പിൽ ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ ഫഖദ് അൻദർതുകും സാഇഖതൻ മിത്ല സാഇഖതി ആദിൻ വസമൂദ്, ആദിന്റെയും സമൂദിന്റെയും സമുദായങ്ങളെ, ആ സമൂഹങ്ങളെ എങ്ങനെയാണ് അല്ലാഹു തുടച്ചു നീക്കിയത്, അതുപോലെ നിങ്ങളെ തുടച്ചു നീക്കുമെന്ന് ഞാൻ കരാർ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് ഖുർആൻ പറഞ്ഞപ്പോ മുഹമ്മദ് നബിയെ മതി, നിർത്തണേ നിർത്തണേ നിർത്തണേ. മാ ഹാദാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ വാക്കുകളല്ലല്ലോ. ഇന്ന അലാഹു ലമുസ്മിർ വഅന്ന അസ്ഫലഹു ലമുഗ്ദിഖ്, ഈ വൃക്ഷം ഭൂമിയിലേക്ക് ആണ്ട് കിടക്കുന്ന വൃക്ഷമാണ്, അതിന്റെ മുകൾ ഭാഗം പടർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്, ഇത് അത്ഭുതമാണ്. അയാൾ മുസ്ലിം ആയിരുന്നില്ല ആ സമയത്ത്, പിന്നെയും മുസ്ലിം ആയിട്ടില്ല, ഈമാനിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാൾക്കാർ നീ മതം മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരാകെ പെട്ടുപോയി. അങ്ങനെ ഇല്ലല്ല ഞാൻ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് എത്ര മനോഹരമാണ്, എന്ത് മനോഹരം! ഖുർആന്റെ പാരായണങ്ങൾ ഇങ്ങനെ എത്ര മനോഹരമായ കാര്യങ്ങളുണ്ടെന്ന് യൂട്യൂബിലും മറ്റൊക്കെ ഓപ്പൺ ചെയ്താൽ മതി. നല്ല ഖുർആൻ, നല്ല റെസൈറ്റേഷൻ അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ. എന്ത് മനോഹരം! ചെറിയ ചെറുപ്പക്കാർ കുട്ടികളുണ്ട്, നല്ല ചെറുപ്പക്കാർ. എന്ത് മനോഹരമായ ഖിറാഅത്ത്, കൊച്ചു കുട്ടികൾ ഓതുന്നത് കേൾക്കുക, എന്ത് രസമാണ് അത് കേൾക്കുമ്പോൾ. ഒരു സിനിമാ പാട്ടും കേൾക്കണ്ട, പിന്നെ ഒരു മ്യൂസിക്കും വേണ്ട, ഒരു പാട്ടും പിന്നെ കേൾക്കാൻ തോന്നൂല. ഖുർആനിൻ്റെ മധുരം അറിഞ്ഞ ഈ ഖുർആൻ ഓതാത്തവർക്കാണ് ഈ പാട്ടിനോട് വല്ലാത്തൊരു അഭിനിവേശം കൂടുതൽ വരിക. എന്തേ? അവർ ഖുർആൻ കേൾക്കുകയോ ഖുർആൻ ഓതുകയോ ചെയ്യാത്തവരാണ്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് പിന്നെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് വേണം. അതാണ് ഈ പാട്ടും മ്യൂസിക്കും എന്നൊക്കെ പറയുന്നത്. ഖുർആൻ അതിന് പകരമാണ് എന്നല്ല, അതിലേറെയാണ്. ആകാശ ലോകങ്ങളിലേക്ക് പിടിക്കാനുള്ള കയറാണത്രേ വിശുദ്ധമായ ഖുർആൻ. ഖുർആന്റെ പാരായണം മുഅ്മിനേ, നമ്മൾ എത്രയോ നമ്മുടെ പാരായണങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാഹുവിൻ്റെ കലാം ആദ്യത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ കലാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ എല്ലാ വിറുതുകളും മറ്റു എല്ലാ സംഗതികളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാം നമുക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ തന്നെയും അത് ഓതുന്നത് മധുരമാണ്. ഖുർആൻ ഓതുന്നവർക്കത് സാക്ഷിയാണ്. സൂറത്തുൽ ബഖറയും ആല ഇംറാനും നിങ്ങൾ ഓതേണമേ. ഫഇന്നഹുമാ തഅതിയാനിക ഗയായതൈനി, രണ്ട് മഹാമേഘപടലങ്ങൾ പോലെ ഖിയാമത്തിന്റെ ചൂടിൽ സൂറത്തുൽ ബഖറയും ആല ഇംറാനും വന്ന് തണൽ വിരിച്ചു കൊടുക്കും. അത് ഓതിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ടി. ഖബറിൽ കിടക്കുമ്പോൾ അദാബ് വരുമ്പോൾ ഖുർആൻ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി ഉറക്കൊഴിച്ച ആളാണിത്, എന്നെയും കൊണ്ട് നിന്ന് നിസ്കരിച്ച ആളാണിത്, അല്ലാഹുവേ തുടരുത്. ഖുർആൻ സാക്ഷിയാണ്, ഹുജ്ജത്താണ്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ വഖാല റസൂൽ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്ന ഒരു നേരമുണ്ട്, റബ്ബേ എന്റെ ആളുകൾക്ക് വായിക്കാൻ ഖുർആൻ അല്ലാത്ത എല്ലാം അവർ വായിക്കുന്നുണ്ട്, ഖുർആൻ അവർ ഓതുന്നില്ല റബ്ബേ, അവർ ഖുർആൻ ഓതിയില്ല എന്ന് പുണ്യനബി റബ്ബിനോട് പരാതി പറയുമ്പോൾ അത് നമ്മെക്കുറിച്ചായി പോകരുത്. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. റമളാൻ വരുമ്പോഴേ എടുത്തു നോക്കുന്നുള്ളൂ, അതുവരെ ഖുർആൻ ഉപേക്ഷിക്കപ്പെട്ടത്. മഹ്ജൂർ, പൊടി പിടിച്ച് കിടക്കുകയാണ്, തുറന്നു നോക്കാൻ ആളില്ല. വാട്സപ്പ് മുഴുവൻ നോക്കും, ഫേസ്ബുക്ക് മുഴുവൻ വായിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, പിന്നെന്താ നോക്കാനുള്ളത്? ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇറങ്ങും. യൂട്യൂബിൽ കയറിയാൽ പിന്നെ ഇറങ്ങിപ്പോരാൻ നേരം കിട്ടുമോ? ഇങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാം മറന്നു പോവല്ലേ. ഇത് നമുക്കൊരു ഉപദേശകനാണ്, ഇതൊരു ഉപദേശകനാണ്. ഹിയ ദുനിയാ തഖൂലു ബിമിൽഇ ഫീഹാ ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി ഫലാ യഗ്റുറുകും മിന്നി ബിതിസാമു ഫഖൗലി മുൽഹികുൻ വൽ ഫിഅലു മുബ്കി. നമ്മുടെ മുമ്പിലുള്ള സംഗതികളെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിയാക്കുന്ന ഒരു പക്ഷേ പത്രമായിരിക്കാം, അത് ഓൺലൈൻ ഓഫ്ലൈൻ പത്രങ്ങൾ ഒക്കെ, പിന്നെ ഫേസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ വാട്സപ്പ് സംഭവങ്ങൾ, അതുപോലെ ട്വിറ്റർ, ഇങ്ങനെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു ലോകത്ത് ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾ അതിൻ്റെ പിന്നാലെയാണ്. ഇത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, വാഴ കേൾക്കാനും ഖുർആൻ കേൾക്കാനും നല്ലത് കാണാനും, ഇതൊന്നും കുഴപ്പമില്ലേ. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വണ്ടർഫുൾ, ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഏറിയ കൂറും തിന്മയുടെ വഴിയിൽ ഇങ്ങനെ വലിക്കാൻ വേണ്ടാന്ന് വിചാരിച്ച ഒരാൾ, ഞാൻ ഇനി ഹറാമ് നോക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളുടെ മുമ്പിലേക്ക് ഒരു പിക്ചർ വരുമ്പോഴേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ കയറിപ്പോയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ലോകം. ഈ ലോകം അതിന്റെ വായ നിറയെ വായ കൊണ്ട് പറയുന്നു, ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. എന്നെ പേടിച്ചോ, എന്നെ പേടിച്ചോ. നിന്റെ മൊബൈൽ ഫോണുകൾ, നിന്റെ ഗാഡ്ജറ്റുകൾ, നിന്റെ കയ്യിലുള്ള നെറ്റ്വർക്ക്, നിനക്ക് സോഷ്യൽ മീഡിയയിൽ കയറാനും നിന്റെ അക്കൗണ്ട്, ഇതൊക്കെ നിനക്ക് തോന്നുന്നുണ്ടാവാം ഇത് ആനന്ദമാണ്, ഇത് ലോകത്തിന്റെ അനിവാര്യതയാണ്, ആയിരിക്കാം ആവശ്യത്തിന്റെ തോതനുസരിച്ച്. എന്നാൽ അതിൽ കാര്യങ്ങൾ വഴിവിട്ടു പോകുമ്പോൾ മിൻ ബത്ശി വഫത്കി, നിന്നെ ഞാൻ പിച്ചി ചീന്തും എന്ന് ലോകം വിളിച്ചു പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ വിളിച്ചു പറയുന്നുണ്ട്. എത്രയോ ഖുർആൻ ഓതിയിരുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ വന്നത് നമ്മൾ ഇങ്ങനെ ബിസിയായപ്പോഴല്ലേ. അതല്ലേ ബത്ശി വഫത്കി, ഞാൻ നിങ്ങളെ പിച്ചി ചീന്തും കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിച്ച്, സുന്നത്തുകൾ നിസ്കരിച്ച്, റവാത്തിബ് നിസ്കരിച്ച്, ദിക്റുകൾ ഓതി നോക്കണേ. 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബറും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് 10 ലാ ഇലാഹ ഇല്ലല്ലാഹും. എത്രയാണ് ഇതിന്റെ പ്രതിഫലം നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നഷ്ടപ്പെടുത്തല്ലേ. നിസ്കാരം കഴിഞ്ഞ് ഒരായത്തുൽ കുർസി ഓതിയാൽ, ആ ആയത്തുൽ കുർസി ഫർളിന്റെ പിന്നാലെ ഓതിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കുന്നതിനിടയിലുള്ള തടസ്സം മരണം മാത്രമാണത്രേ. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ്. ഫർള് നിസ്കാരത്തിന്റെ പിറകിൽ ഒരായത്തുൽ കുർസി ഓതുന്നത്. നമുക്ക് സമയമുണ്ടോ? എഴുന്നേറ്റ് ഓടല്ലേ? ഓടാൻ. ഓടിയിട്ട് എന്താ ചെയ്യാനുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ അവിടെ നിന്ന് എണീറ്റ് ഓടാൻ. എന്തേ? മുസല്ലയിൽ ഇരിക്കാൻ ഇബ്ലീസ് വിടൂല, വെറുതെ പോയിട്ട് അവിടെ ഇരിക്കാം. പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വലിയ ഉഷാറിൽ പോകണ എമർജൻസി ഹോസ്പിറ്റലിലേക്കാണ് പോണത്, അവിടെ ഇരുന്ന് സിസർ വിളിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. വന്നതോ ലേറ്റായിട്ട് ആഖിറിൽ വരും, എണീറ്റ് പോവുകയും ചെയ്യും. എന്നിട്ട് കാര്യമായിട്ട് വന്ന് അവിടെ ഇരുന്ന് ഇമാമിന്റെ കൂടെ നാമീം പറഞ്ഞൂടെ? ചെയ്യൂല, മടിയാണ്. എന്തേന്നറിയോ? ദുനിയാവിന്റെ ഈ ഒരു ചുറ്റുപാടുകളിൽ നമ്മൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം വിളിച്ചു പറയുന്നുണ്ടത്രേ, എന്റെ പുഞ്ചിരി കണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ചിരിയും തമാശയും ഫിലിമുകളും
വീഡിയോസും ഇത് കണ്ടിട്ട് നിങ്ങൾ നന്മയെ കുറിച്ചല്ല പറയുന്നത്, അനാവശ്യങ്ങളും തിന്മകളും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കരയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് വിശുദ്ധമായ ഈമാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹു നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ അല്ലാഹു കാത്തുരക്ഷിച്ചു തരട്ടെ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി വിശുദ്ധമായ ഒരു രാവിൽ ഒളുവെടുത്ത് നബി തങ്ങൾ അവിടെ തൂക്കിയിട്ടൊരു തോൽപാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഒളുവെടുത്തു രാത്രിയുടെ നിശബ്ദമായ സമയത്ത്. എന്നിട്ട് സൂറത്ത് ആലി ഇമ്രാനിലെ 190 മുതൽ താഴേട്ട് വരെയുള്ള ആയത്തുകൾ ഹബീബ് ഇങ്ങനെ ഓതുകയാണ് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു അത്രേ, ദഅവത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണമെന്നും അവരിൽ ചെന്നിറങ്ങി പ്രവർത്തിക്കണമെന്നും അല്ലാഹു എനിക്കൊരു ഉത്തരവാദിത്വം നൽകിയില്ലായിരുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ മുഴുവൻ സമയവും ആകാശലോകങ്ങളെ നോക്കി ചിന്തിച്ചിരിക്കാൻ ചെലവഴിക്കുമായിരുന്നു എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുന്ന വാക്ക്, അവിടുന്ന് ആ ഒരു രാത്രി നിശബ്ദമായ ആ ഒരു രാവിൽ ഹബീബായ നബി വുളൂഅെടുത്തുകൊണ്ട് ഓതുകയാണ് സൂറത്തു ആലി ഇമ്രാൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ ആയത്തുകൾ. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ബിലാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാനായ അതാ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചത്, ആയിഷ ബീവി ഹബീബായ നബിയോടുകൂടെ അങ്ങ് ജീവിച്ച ജീവിതകാലത്ത് അങ്ങേക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? കുല്ലു അംരിഹി കാന അജബാ. എന്റെ ഹബീബിന്റെ ജീവിതം മുഴുവൻ അത്ഭുതമായിരുന്നു, എന്നാൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവം. അന്നൊരു രാത്രി പുണ്യ നബി എന്റെ റൂമിലേക്ക് വരികയും വുളൂഅെടുത്ത് വരികയും എന്നോട് പറഞ്ഞു, ദഈനി യാ ആയിഷ അതഅബ്ബദു ലിറബ്ബി. ആയിഷ, എന്നെ ഒന്ന് വിടണേ, ഞാൻ ഈ രാത്രി ഇബാദത്തിൽ മുഴുകുകയാണ് എന്ന് എന്നോട് പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നബിയേ, അങ്ങയെ വാരിപ്പുണർന്ന് കിടന്നുറങ്ങാൻ കൊതിക്കുന്ന അങ്ങയുടെ ഭാര്യയാണ് ഞാൻ. എന്നാൽ അങ്ങേക്ക് ഇഷ്ടം ഇബാദത്താണെങ്കിൽ അങ്ങയുടെ ഇഷ്ടമാണ് നബിയെ എന്റെ ഇഷ്ടം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. ഇബാദത്തിന് മുൻഗണന കൊടുത്ത മഹദിയാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കുസൃതികളായിരിക്കാം നമ്മൾ കേട്ടിട്ടുണ്ടാവുക കൂടുതൽ. എന്നാൽ ആ ഒരു 20 വയസ്സിന് ശേഷം വീണ്ടും ഒരു 40 കൊല്ലം കൂടെ ജീവിച്ചിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. പുണ്യ നബിയുടെ മുഖത്തൊരു സന്തോഷം കണ്ടപ്പോ നബിയോട് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ലീ ഇലൈക ഹാജ. നബിയേ, അങ്ങയോടൊരാഗ്രഹം എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നബിയേ? പറഞ്ഞോളൂ ആയിഷ, എന്താണ് എന്നോട് പറയാനുള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും നാണിച്ചുകൊണ്ടാ പറഞ്ഞത്, ലീ ഇലൈക ഹാജ. നബിയേ, എനിക്കൊരാഗ്രഹം അങ്ങയോട് പറയാനുണ്ട്. പറയൂ ആയിഷ, എന്താണ് കാര്യം? മൂന്നാമതും ആയിഷ ബീവി അത് തന്നെ ആവർത്തിച്ചു. പുണ്യ നബി പറഞ്ഞു, പറഞ്ഞോളൂ ബീവി, പറഞ്ഞോളൂ. തങ്ങളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോഴാണ്. അപ്പോഴല്ലേ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒരു